ഹലോ പ്രൊഡ്യൂസർ സാർ. പറയൂ ഡയറക്ടർ സാർ. സാറ് പറഞ്ഞിട്ടാണോന്നറിയില്ല, ഏതോരുത്തൊരു കുപ്പി തന്നു പോയിട്ടുണ്ട്, ഒന്നും മിണ്ടിയിട്ടുമില്ല. അതൊക്കെ നമ്മുടെ സെറ്റപ്പാ സാറേ. സാറിന് കുപ്പി ഉണ്ടെങ്കിലേ എഴുത്തു വരത്തുള്ളൂ. സാറിനെ ഈ ഓണം കയറാൻ പോലെ കുടിപ്പിച്ച് കിടത്താനുള്ള പരിപാടിയല്ലേ? ഇന്നലെ പാതിരാത്രി ഒന്ന് കയറിയതാ. ഇവിടെയാണെങ്കിൽ ഒരു മനുഷ്യജാതിയും ഇല്ല. ഞാനങ്ങ് എത്തിക്കോളാം സാറേ. സാറെ സ്ക്രിപ്റ്റ് തുടങ്ങി വെക്ക്. കഥയൊക്കെ ഞാൻ എന്നേ തുടങ്ങി സാറേ. ഇപ്പം ഞാൻ ആ കഥയുടെ ഒരു ക്രൂഷ്യൽ പോയിന്റിൽ ബ്ലോക്കായി കിടക്കുക. ഇതൊക്കെ മനുഷ്യന്മാരെ കുടിക്കുന്ന സാധനം തന്നെയാണോ സാറേ? എന്റെ സാറേ, സാർ ഇതുവരെ കഴിച്ചിട്ടുള്ള സ്റ്റാർട്ട സാധനമൊന്നുമല്ല. അതാണ് സാക്ഷാൽ സോമരസം. അങ്ങ് ഇന്ദ്രലോകത്തെ ദേവഗണങ്ങളും പിന്നെ ഞങ്ങൾ കുറച്ച് പാലാക്കാരന്മാരും അച്ചായന്മാരും മാത്രം അടിക്കുന്ന ഹെവി സാധനം. രണ്ടെണ്ണം അകത്തുണ്ടല്ലോ, സാറിന്റെ ഏത് ബ്ലോക്കും തുറക്കും. ആ ഈ കുപ്പി തരുന്നതിന് മുമ്പേ ദേവേന്ദ്രൻ മുത്തുപാട്ടിനെ കൊണ്ട് വന്നാൽ മതി. പിന്നൊരു കാര്യം, പഴയ വീടാണ്. ഒരു കിട്ടാക്കടം സെറ്റിൽ ചെയ്യാൻ വേണ്ടി ചൂടുവിലേക്ക് കിട്ടിയപ്പോൾ വാങ്ങിയത്. ചുമ്മാ കള്ളും വലിച്ചു കയറ്റി സാറിന് ഡിക്റ്റേറ്റീവ് ബുദ്ധിയും വെച്ച് അവിടുത്തെ വാതിലൊന്നും പോയി തുറക്കാൻ നിൽക്കുക. ഈ പ്രേതം ഭൂതമൊക്കെ നമ്മളെ പോലത്തെ അരവട്ടന്മാരുണ്ടാക്കുന്നില്ല സാറേ. അല്ല, മദ്യം മാത്രമേ ഉള്ളോ? മധുരാശി മധുരാശി അതൊക്കെ അങ്ങ് എത്തും സാറേ. സാറ് പണി ആ എത്തിയാ കൊള്ളാം. സോമരസം. ഇനി ഒരു കിടപ്പാടം കണ്ടുപിടിക്കണം. ഇതിനകത്തല്ല പാമ്പം കാണോ? അപ്പൊ ഇതാണ് ഇവിടുത്തെ തെക്കിനി. കൊള്ളാലോ കലാ സംവിധാനം. അപ്പൊ ഇതാണ് പ്രൊഡ്യൂസറെ പ്ലേ സ്റ്റോർ. ഇതാ നീലി അല്ലെങ്കിൽ പിന്നെ ലക്ഷ്മി. അല്ല, ഇതൊക്കെയാണ് സാധാരണ പേര്, അതുകൊണ്ട് ചോദിച്ചാ. പാർവതി. പാർവതി, അതും ഒരു സ്ഥിരം ക്ലീഷ പേരാട്ടോ. പിന്നെ ഈ ഡ്രസ്സ്, ഈ വെള്ള സാരിയെങ്കിൽ ഒന്ന് മാറ്റി പിടിച്ചൂടെ? അതിപ്പോ നിങ്ങൾ ഈ എഴുത്തുകാർക്കും ഈ ജുബയ്ക്കൊന്ന് മാറ്റി പിടിച്ചൂടെ? എനിക്ക് ജുബൻ വലിയ താല്പര്യം കേട്ടോ. പിന്നെ ചില മണ്ടന്മാരെ പ്രൊഡ്യൂസർമാരെ പറ്റിക്കണ്ടെങ്കിലേ ഇതൊക്കെ ഇട്ടല്ലേ പറ്റൂ. അല്ല, എഴുത്തുകാരന്റെ പേര് പറഞ്ഞില്ല. ഞാൻ അക്കരക്കാവിലയ്യപ്പൻ, വളരെ താമസിയാതെ അറിയപ്പെടാൻ പോകുന്ന എഴുത്തുകാരനും പിന്നെ സംവിധായകനും. അതെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ സാരിയൊക്കെ മാറ്റി ഒന്ന് മോഡേൺ ആയിക്കൂടെ? ഞാനാണെങ്കിൽ മോഡേണേഷനൊന്നും കണ്ടിട്ടില്ല. അയ്യപ്പനാ കണ്ണൊന്നടിച്ചേ.
ഇനി തുറന്നോ. എൻ്റെ അമ്മച്ചി. Fantabulous. Can I have a peg? എന്ത്? യക്ഷികളൊക്കെ അടിക്കുവോ? Yeah, sometimes. അപ്പൊ കുലസ്ത്രീ അല്ല. എന്നാ കം ടു ദ പോയിന്റ്. ആസ് എ റൈറ്റർ ആൻഡ് ഡയറക്ടർ എനിക്ക് തോന്നുന്നത് കുട്ടി വീട്ടിലെ ഒരടിച്ചു തൽക്കാരി ആയിരിക്കണം. ഇവിടെ വിസിറ്റിന് വന്ന ചില കാപാലികർ കുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നു കുഴിച്ചിട്ടു. ശരിയല്ലേ? Nice. Good try. Any other stories? അതും അല്ലെങ്കിൽ പിന്നെ ആ കുട്ടി ഈ വീടിൻ്റെയും സർവ്വ സ്വത്തുക്കളുടെയും ഏക അവകാശമായിരുന്നു. സ്വത്തിനാർത്തി പൂണ്ട വകയിൽ ഏതോ ഒരു അമ്മാവൻ ഗർഭിണിയായ നിന്നെ കിണറ്റിൽ ജീവനോടെ തള്ളിയിട്ടു കൊന്നു. Am I correct? ഏതോ ഒരു കാമുകൻ നിന്നെ പ്രണയ പരവശയാക്കി ഒരു പണിയും തന്ന് തലയണ വെച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു. അതന്നെ. അപ്പൊ അന്ന് കുത്തിവെച്ചതാണ് ഈ പൊട്ട്. ഇപ്പൊ കാര്യം പിടികിട്ടി. തനിക്കിട്ട് പണിഞ്ഞവർക്കൊക്കെ എട്ടിന്റെ പണി കൊടുത്തതിന്റെ പേരില് ശാപമോക്ഷം കിട്ടാതെ അലയുന്ന ആത്മാവ്. Am I right? Somewhat. അങ്ങനെയാണെങ്കിൽ വീണ്ടും കം ടു ദ പോയിന്റ്. കുട്ടിക്ക് വേണ്ടത് ശാപമോക്ഷം, റൈറ്റ്? അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞാൻ വളരെ ഡീസൻ്റായ ഒരു മനുഷ്യനാണ്. നാട്ടിലും വീട്ടിലുമൊക്കെ അത്യാവശ്യം നല്ല പേരുമുണ്ട്. അതുകൊണ്ട് വളരെ ഓപ്പണായിട്ട് ഞാൻ ചോദിക്കുക, ഒരു കളി തരുമോ? What? അല്ല, കുട്ടിക്കൊരു ശാപമോക്ഷവും എനിക്കൊരു മനസ്സുകോ. ഒരു പാലവിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അത് മാത്രമല്ല, പ്രശസ്തനാവാൻ പോകുന്ന ഒരു ഡയറക്ടറെ കടക്ക പങ്കിട്ടല്ലേ, അത് യക്ഷികളായ നിങ്ങൾക്കൊരു ക്രെഡിറ്റീവ് ആവും. Do you want to have fun with me? Certainly. I agree. But there's one condition. പറയൂ, ഏത് പാലമരത്തിനാണേ ഞാൻ വലിച്ചുരുണ്ടത്? ഏത് കുടത്തിന് അടപ്പാൻ ഞാൻ ചവിട്ടി പൊട്ടിക്കണ്ട്? Nothing like that. പിന്നെ ആ നെറ്റിയിലിരിക്കുന്ന പൊട്ട് വളരെ സ്നേഹത്തോടെ ആ പൊട്ട് എൻ്റെ നെറ്റിയിൽ വെച്ച് തന്നാ മതി. അത് വേണ്ട. ഞാനീ പൊട്ടങ്ങ് വെക്കും, നീ ബും അങ്ങ് പോവുകയും ചെയ്യും. ഞാനിവിടെ മൂഞ്ചി തിരിഞ്ഞിരിക്കേണ്ടി വരും. അയ്യോ, ഈ സാറെന്താ ഇങ്ങനെ? സാറുമായിട്ടുള്ള ഡീൽ കഴിഞ്ഞിട്ട് മതി. ഓക്കെ, മിസ് യക്ഷി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാന്യനായ വ്യക്തി എന്ന നിലയിലും അറിയപ്പെടാൻ പോകുന്നൊരു സംവിധായകൻ എന്ന നിലയിലും ചോദിക്കുകയാണ്. യെസ്, കം ഓൺ. എനിക്ക് ഒന്നുകൂടെ കാണുന്നുണ്ടെങ്കിൽ, ഒന്നുകൂടെ കൂടണമെന്നുണ്ടെങ്കിൽ. സാർ ഒരുമാതിരി തനി മനുഷ്യ സ്വഭാവം കാണിക്കല്ലേ, ഒരുമാതിരി സംശയം. സാറിന് എപ്പോൾ എന്നെ കാണാൻ തോന്നുന്നു അപ്പോൾ തന്നെ ഞാൻ സാറിൻ്റെ മുമ്പിലുണ്ടാവും. ഉണ്ടാവണം. ഇനിയും സംശയം മാറിയില്ലെങ്കിൽ ഞാൻ സാറിന് ഒരു ഓഫറും കൂടി തരാം. അടുത്ത അമാവാസ ദിവസം ഞാൻ ഇനിയും വരും. എൻ്റെ കൂടെ സുന്ദരികളായ 2 യക്ഷികൾ കൂടി ഉണ്ടാവും. യെസ്. അടുത്ത അമാവാസി വീട്ടിൽ കലണ്ടറുണ്ടായി പോയല്ലോ.
ആ വായു ഒന്ന് കാണിച്ചേ. ഷേ എന്തിന്? അയ്യേ അതിനല്ല, പല്ല് കാണാനാ. കാര്യത്തോടൊപ്പം ആ പല്ല് വെച്ച് കഴുത്തിൽ കീച്ച് കീച്ചാലോ. ഇരുട്ടിനും മണമൊക്കെ ഉണ്ടോ? നീ ഒരുമാതിരി വിനയം പടത്തിലെ യക്ഷികൾ പറഞ്ഞ പോലെ പറയല്ലേ പാറു. അയ്യപ്പനൊക്കെ പോയി ഇപ്പം ഡേവിഡ് ആയ. നീ ഡേവിഡ് എന്നോ ദുൽഖസമാൻ എന്തുകൊണ്ട് വിളിച്ചോ? ഡേവിഡ്. പാറു. David, no! Open the door, David. No. Open the door. Open the door, David. David. You are so sweet. താങ്ക് യു. പോരുന്നോ എൻ്റെ കൂടെ? സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ്. വേണ്ട, അതവിടെ ഇരുന്നോട്ടെ. അത് വേണ്ട, ഞാൻ തറവാട്ട് പറഞ്ഞാ പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ. പോരാത്തന്നെ വീട്ടിലൊരു യക്ഷി ഓൾറെഡി ഉണ്ട്, ഇനി ഇതിനെയും കൂടി. രസം. അയ്യപ്പനാ പറയുന്നത്. അക്കരക്കാവിൽ അയ്യപ്പനാണോ പറഞ്ഞത്? തുറന്ന് വിട്. ഡേ അങ്ങനെ ഫോൺ എടുത്തടാ. ഇല്ലളിയാ, ഇന്നലെ തൊട്ട് കിടന്ന് വിളിയോട് വിളിയാണ്. ഇതേ ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് പോയി. നിന്റെ സാറ് എവിടാ? ആരെയാ? കാട്ടുകോഴിയാ.
അങ്ങനെ പടം തുടങ്ങുന്നതിന് മുന്നേ കാസ്റ്റിംഗ് ഓടിക്കിട്ടുണ്ടാവും. സണ്ണി ചാനത് എന്തിന്റെ കേടാ? അയാളുടെ പടത്തിന്റെ കാര്യം നോക്കാൻ പറ. എൻ്റെ പൊന്നു സുഖു പ്രൊഡ്യൂസേഴ്സാണ്, അവരെന്ത് കോപ്പയിലും ചെയ്യട്ടെ, ഈ പടം നടന്നുണ്ടാവും. നീ അച്ചായപ്പ് വിളിച്ച് വെച്ചോളൂ, നീ അങ്ങ് എത്തിയോന്ന് ചോദിച്ചു. ഓ എത്തിയത് തന്നെ. ഇതൊരു ഇടങ്ങേറ് പിടിച്ച സ്ഥലമാണ്. നീ വിചാരിക്കുന്ന പോലെ അത്ര പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് കറങ്ങി നടക്കുകയാണ്. എടാ വീട് കുറച്ച് ഉള്ളിലാണ്, നീ ആ തെളിഞ്ഞടക്കുന്ന വഴിക്ക് കിട്ടോ, ആ വഴി നേരെ അങ്ങോട്ട് ചെല്ലും. ഒരിക്കൽ അച്ചായൻ്റെ കൂടെ പോയിട്ടുള്ള. നിങ്ങൾക്ക് ഈ ഡയറക്ടർമാരൊക്കെ വല്ല 4 സ്റ്റാറിലോ 5 സ്റ്റാറിലോ കൊണ്ടുപോയി താമസിച്ചാൽ പോരെ. എന്തിനാടാ ഈ കാട്ടിലൊക്കെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്? എൻ്റെ സുഖം നീ ഒന്ന് ചെല്ല്. ആ അക്കരക്കാവിൽ അയ്യപ്പോൾ അടിച്ചോ പോയി അവിടെ അങ്ങനെ കിടപ്പുണ്ടാവും. നീ ഒന്ന് ചെന്ന് സുഖിപ്പിച്ച് സോപ്പിട്ടൊക്കെ നിർത്തിക്കോ. അയ്യപ്പൻ്റെ അടുത്ത പടത്തിൻ്റെ പോസ്റ്റിൽ നിൻ്റെ തല വന്നാൽ എന്താ പുളിക്കോ? ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ് അളിയാ ഞാൻ ഈ വണ്ടി എടുത്ത് കാട് കയറിയത്. ഇപ്പോൾ നേരെ പോയാണ്ട് എത്തുമോ? ആ നേരെ വിട്ടോ വിട്ടോ. ശരി എന്നാ വെച്ചോ. ഈ വിശ്വാസം എന്തിനാണോ വിളിക്കുന്നത്? ഹലോ, നീ എവിടെയാണ്? ഞാൻ ഇവിടെ അമ്പലത്തിൻ്റെ മുമ്പിലുണ്ടാ. സുഖം എവിടെയാണ്? സുഖം അയ്യപ്പനെ തിരക്ക് കാട്ടിപ്പോയിരിക്കേ. ശബരിമലയ്ക്കാ? എടാ ഡയറക്ടർ അയ്യപ്പനെ തിരക്ക് കാട്ടിപ്പോയിരിക്കായിരുന്നു. എടാ അത് പറയാനാ ഞാൻ വിളിച്ചത്. സുഖുവിനോട് നൈസായിട്ട് തിരിച്ചു വരാൻ പറയും. എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ അതല്ല, ആ കാട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടോ എന്നൊരു തോന്നല്. എന്ത് പ്രശ്നം? അതൊന്നറിയില്ല, ആ അയ്യപ്പൻ്റെ കാര്യത്തിൽ എന്തോ ഒരു വശവശക്ക്. പിന്നെ പ്രശ്നം കോപ്പാണ്, ഒന്ന് വെച്ചിട്ട് പോടാ. എടാ അത് വെച്ചാ എന്നാ പോയി അനുഭവിക്കും. അപ്പോൾ മിസ് പമീല. പമീല അല്ല സാർ, പ്രമീള. എനിക്ക് റാഗിട്ടില്ലേ, പമീല എന്ന് വിചാരിച്ചാലും പമീല എന്നേ വരൂ. അല്ല പമീലയുടെ സ്ഥലം എവിടെയാണ്? തൃപ്രയാറ്. ചാവക്കാടേക്ക് മാറ്റാൻ പറ്റുമോ? അതെന്താ? അല്ല ഈ തൃപ്പയാറിലൊക്കെ കുറേ റാവര് ചടങ്ങാണ്. അല്ല ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത്? എൻ്റെ റോളിൻ്റെ കാര്യം. അത് സെറ്റാക്കാം. കൊച്ചിൻ്റെ കാര്യം ഞാൻ അയ്യപ്പനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഗംഭീര റോളായിരിക്കും. പക്ഷെ അതല്ല കാര്യം, ഞാൻ കൊണ്ടുവന്ന ആൾ അത്ര പോരാന്ന് ഡയറക്ടർ പറഞ്ഞാൽ എനിക്കതൊരു കുറച്ചില്ലാവും. അയ്യോ അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ മാക്സിമം ചെയ്യും. പമീല ചെയ്യുന്ന എനിക്കറിയാം, ചെയ്യണമല്ലോ. ഏത് പിന്നെ കുറച്ച് ഹോട്ടൊക്കെ ആയിട്ട് ചെയ്യേണ്ട വേഷമാണ്. ഹോട്ടായിട്ട് എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അത്രയൊന്നുമില്ല, വളരെ നൈസായിട്ട് കാലൊക്കെ ഒന്ന് കാണിച്ച്. കാലൊക്കെ കാണിക്കാം, നോ ഇഷ്യൂ. അല്ല കാണിക്കാന്ന് പറയുമ്പോൾ ഈ കാലൊക്കെ ഒന്ന് മേലോട്ടൊക്കെ കയറ്റി വെച്ച് മച്ചി കുറച്ചുകൂടി ഇത്രയും മതിയോ? സബാഷ്. മതിയോ? ഇനിയും ഉയരങ്ങളിലേക്ക് എത്തണം. എന്ത്? അല്ല കൊച്ചു ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുമെന്ന് പറയായിരുന്നു. താങ്ക് യു. അപ്പം എന്താ വരിക? ഷൂട്ട് തുടങ്ങിയിട്ടല്ലേ വരണ്ടേ? അല്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യപ്പ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ ഷൂട്ടാണേ. ആദ്യം ഗോവ, മലേഷ്യ, ഇന്തോനേഷ്യ, ഗുണ്ടൽപേട്ട്. കൊച്ചിന് പാസ്പോർട്ടൊക്കെ ഉണ്ടാവില്ലല്ലേ? ഇല്ല. അർജന്റായിട്ട് എടുക്കേണ്ടി വരും. നമുക്ക് കുറേ രാജ്യങ്ങൾ കറങ്ങേണ്ടി വരും. പിന്നെ പമീല എൻ്റെ റൂമിൽ തന്നെ താമസിക്കേണ്ടി വരും. അവിടെയൊക്കെ ഭയങ്കര റെൻ്റാണ്. ഏതാണ് വേറെ ഒന്നും കൊണ്ടല്ല ഏട്ടാ. എന്നാ സാർ ഞാൻ അങ്ങോട്ട് അടുത്ത ആഴ്ച ഒന്നുകൂടി വരേണ്ടി വരും. നമുക്ക് പേപ്പറൊക്കെ ഒന്ന് ഇപ്പിടണ്ടേ? എന്ത് പേപ്പറ്? പക്ഷേ മറ്റേ പേപ്പർ ഉണ്ടായിരുന്നല്ലോ, മറ്റേ നടന്മാരും നടിമാരൊക്കെ ഇപ്പെടുന്ന കോൾ ഷീറ്റ്. അത് തന്നെ അത് തന്നെ. നമ്മൾ ഈ കോടിയുടെ ബിസിനസ്സൊക്കെ നടത്താറുണ്ടേ, അതൊക്കെ മറന്നു പോകണം ഓരോന്ന് കാര്യങ്ങൾ. ദൈവരണം ഒന്ന് വാതിലൊക്കെ മുട്ടിട്ട് കയറി പാടും. സോറി സാർ. ഇത് എങ്ങോട്ടാ പോണേ? അല്ല മുട്ടണ്ടേ? ഇനി ഇതിൻ്റെ ആവശ്യമില്ല, നീങ്ങ് പോരെ. പമീല, ഇത് മിസ്റ്റർ ഗിരീഷൻ, നമ്മുടെ ഫിനാൻസ് കൺട്രോളറാണ്. നമ്മുടെ സകല ബിസിനസ്സുകൾ നോക്കി നിർത്തുന്നത് പുള്ളിക്കാരനാണ്. കൺസ്ട്രക്ഷൻ കമ്പനി, എണ്ണ കമ്പനി, വാട്ടർ പാർക്ക്, പിന്നെ ഇപ്പോൾ സിനിമ. അല്ല ഗിരീഷൻ വന്ന കാര്യം? അല്ല നമ്മുടെ വാട്ടർ പാർക്കിൻ്റെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്, അത് അടച്ചില്ലെങ്കിൽ ഫീസ് കൊണ്ടുപോകുന്നതാണ് അവർ പറയുന്നത്. ഏത് വാട്ടർ പാർക്കിൻ്റെ? മറ്റേ സാർ ഇപ്പം പറഞ്ഞ വാട്ടർ പാർക്കിൻ്റെ. ഓഹോ മറ്റേ വാട്ടർ പാർക്കിൻ്റെ. എൻ്റെ ഗിരീഷ ഇതൊക്കെ വെച്ചോണ്ടിരിക്കണോ? എല്ലാ കാര്യത്തിലും എൻ്റെ കയ്യെത്തണമെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടാട്ടോ. എത്ര രൂപ വരും? അത് 341 രൂപ. അല്ല 3,341 രൂപ. ഈ മാസം വളരെ കുറവല്ലേ? ഈ മാസം വളരെ കുറവാണ്. ചില മാസങ്ങളിൽ ഇത് 10 ലക്ഷം വരെ പോകാറുണ്ടേ. കഴിഞ്ഞ മാസം 1.5 കോടി വന്നാ. ഈ മാസം വളരെ കുറവാ, മഴയൊക്കെ അല്ലേ. അതെ അതെ, തുലാമാസം അല്ലേ. തൽക്കാലം നീ ചെല്ല്, ബില്ലൊക്കെ നമുക്ക് പിന്നെ അടയ്ക്കാം. അടയ്ക്കണം. മിസ് പമീല, നമ്മളെവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? കോൾ ഷീറ്റ് സൈൻ ചെയ്യുന്ന കാര്യം. യെസ്, എത്രയും പെട്ടെന്ന് അത് ചെയ്യണം. പമീല ഒരു കാര്യം ചെയ്യും, അടുത്ത വെള്ളിയാഴ്ച അല്ലെങ്കിൽ വേണ്ട വെള്ളിയാഴ്ച എനിക്ക് ഷാരൂഖ് ഖാനായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഞായറാഴ്ച ഒന്നുകൂടി വരും. വരാം. വരുമ്പോൾ ക്യാരക്ടറായിട്ട് വരണം. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ കുറച്ച് ഗ്ലാമറസ് ഒക്കെ ആയി ഞാൻ കാണട്ടെ. എന്താ ചിരി. മറ്റേ വിളിച്ച നമ്പറിൽ വാട്സപ്പ് ഉണ്ടല്ലോ അല്ലേ? നമുക്ക് സ്ക്രിപ്റ്റ് ഒക്കെ ഒന്ന് പഠിക്കണം.
ഇവ ഇതുവരെ പോയില്ലേ? എൻ്റെ പൊന്നു സാറേ എന്ത് തള്ളാണ്. പിടിച്ച് നിൽക്കണ്ടടാ. പക്ഷെ സംഭവമല്ലാട്ടാ, അയ്യപ്പ സിനിമയുടെ കൂടെ ഇങ്ങനെയും കൂടെ സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്ക് അങ്ങോട്ട് വിചാരിച്ചില്ല. ദൈവമേ, എത്രയും പെട്ടെന്ന് ഞായറാഴ്ചയാക്കി തന്നാൽ മതിയായിരുന്നു. സത്യം പറ സാറേ, നിങ്ങളുടെ കൂട്ടാനെ പിഴിഞ്ഞല്ലേ ജീവിക്കണേ? ആ, ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ. അത് പറഞ്ഞപ്പോഴാ നിങ്ങൾ ആ കാട്ടിലേക്ക് അയ്യപ്പനെ പറഞ്ഞില്ലേ, ആ കാടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല ഒന്നുമില്ല, ഞാൻ ചോദിച്ചാ. നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാകല്ലേ, അവിടെ യാതൊരു പ്രശ്നമില്ല. ഒരാളെ കാണാനില്ല. അയ്യോ, ഞാനങ്ങനെ കുട്ടി വിചാരിക്കുന്ന ടൈപ്പൊന്നുമല്ല. ഞാൻ വെറുതെ ഇതിലേ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് വഴിന്ന് മാറ്. അതെ, ഒരു അപരിചിതനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? കുട്ടിയുടെ പേരെന്താ? എന്താ പേരില്ലേ? എനിക്ക് പോണം, വഴിന്ന് മാറ്. ആ, അങ്ങനെയൊക്കെ മാറാൻ പറ്റും. പേര് പറഞ്ഞിട്ട് പോയാൽ മതി. എന്ത് തള്ളടതല്ലേ ഇത്? അത് താൻ പോക്കരുത്തരം കാണിച്ചിട്ടല്ലേ? പറഞ്ഞിട്ട് തള്ളണ്ടേ? വർക്കായില്ല, അതിനല്ല. നടക്ക്. എൻ്റെ ബാഗും വണ്ടിയൊക്കെ വഴിയിലാണ്. ആരും കൊണ്ടുപോയത്? അതൊന്നും ആരും കൊണ്ടുപോകൂല. എത്ര മൈലുണ്ടാവും? ഒരു ഓട്ടോ വിളിച്ച് വരാറുന്നല്ലോ. എവിടെയെല്ലാം കൊണ്ട് ഇരുത്ത് കാല് വേനിച്ചിട്ട് ചെയ്യാ. നല്ല സുഖമുണ്ട്. അല്ല, വേദനയുണ്ട്, നല്ല വേദനയുണ്ട്. കുട്ടിയുടെ പേരെന്താണെന്ന് പറഞ്ഞു? കാത്തു. നല്ല പേര്. അല്ല, ബംഗ്ലാവിൽ ആരെ കാണാനാ വന്നേ? അയ്യോ, അവിടെ ആരെയും കാണാനൊന്നുമല്ല. ഒരാളെ കാണാനില്ല, അയാളെ തപ്പി ഇറങ്ങിയതാ. എന്ത് ചെയ്യാം, എൻ്റെ ആവശ്യമായി പോയില്ലേ. സൂക്ഷിക്കണം. എന്ത്? പേടിക്കാനൊന്നുമില്ല, പക്ഷേ താൻ സസ്പെൻസില്ലാതെ കാര്യം പറയടും. ആ ബംഗ്ലാവിനെ കുറിച്ച് കേൾക്കുന്ന അത്ര സുഖമുള്ള കഥകളൊന്നല്ല കേട്ടോ. എന്ത് കഥ? അവിടെ ചില രാത്രികളിൽ പെൺകുട്ടികളുടെ കരച്ചിൽ കേൾക്കാറുണ്ടെന്നോ മറ്റോ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അതൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാണോ? ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ കാടിന് നടക്കും ഒരു ബംഗ്ലാവ്, യക്ഷി, പ്രേതം, ഭൂതം. അതിലൊന്നും ഒരു കാര്യമില്ല, വെറുതെയാണ്. നിങ്ങൾ സിനിമക്കാരനാണോ? ആയിട്ടില്ല, പക്ഷെ ആവും. കാത്തു വീട്ടിൽ ഒറ്റയ്ക്കാണോ? അതെ, കുഞ്ഞിലെ തന്നെ അമ്മ മരിച്ചു. പിന്നെ ഉണ്ടായിരുന്നത് അപ്പനായിരുന്നു. കുറച്ചു കാലം മുമ്പ് അപ്പനും പോയി.
ഓ സോറി. കാത്തു, ഈ വലിയ ബുക്കൊക്കെ എവിടെ? നിനക്ക് വായിക്കാനൊക്കെ അറിയോ? കുറച്ചൊക്കെ, പക്ഷെ ഇതൊന്നും ഞങ്ങളുടേതല്ല. പിന്നെ പണ്ടൊരു ദിവസം ഈ കാട്ടിലേക്ക് എൻ്റെ അപ്പനെ തേടി ഒരാൾ വന്നിരുന്നു, ഡേവിഡ്. നാൽപ്പതോളം മാറാ രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ കൂട്ടുകളാണ് ഈ പുസ്തകത്തിൽ. അറിഞ്ഞിടത്തോളം ഈ മരുന്നൊക്കെ ഈ കാട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതിനെനിക്ക് ചൊക്കന് സഹായം വേണം. അവനെന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. സാറ് കാണിച്ചെന്ന മരുന്നുകളുടെ കൂട്ടൊക്കെ ഈ കാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒപ്പിച്ചെടുക്കാൻ കുറച്ച് ദിവസങ്ങളെടുക്കും. കൂട്ടുകളും പറിച്ച് മരുന്നുണ്ടാക്കിയിട്ട് ഞാൻ ഈ കാടിറങ്ങുന്നുള്ളൂ. ചൊക്കൻ പറയുന്ന അത്രയും ദിവസം ഞാൻ അവിടെ ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ ചെയ്തുതരാം സാറേ. ചൊക്ക, ഇതിങ്ങനെ വരിഞ്ഞു കെട്ടി ചുരുങ്ങിയത് 4 മാസമെങ്കിലും മണ്ണിൽ കുഴിച്ചിടണം. അതും ഈ മണ്ണിൽ. എങ്കിലേ മരുന്നിന് ഗുണം കിട്ടും. ചൊക്ക, ഇതിനൊരു കണ്ണു വേണം. മരുന്നുകളെല്ലാം മണ്ണിനടി താത്തി വെച്ചിട്ട് ആവശ്യത്തിലധികം പൈസയും തന്ന് അയാൾ കാടിറങ്ങി. അപ്പം ദിവസങ്ങൾ എണ്ണി അതിന് കാവലിരുന്നു, രാവും പകലും. തനിക്ക് ഈ കാട്ടിലൊറ്റയ്ക്ക് പേടിയൊന്നുമില്ലേ? ഏയ്, ഇപ്പൊ ഒറ്റയ്ക്കാ ഇഷ്ടം. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും? എന്തു കാര്യങ്ങള്? അല്ല, ഈ ജീവിത സാഹചര്യങ്ങൾ. ജീവിച്ചു പോകാനുള്ളത് ഈ കാട് തന്നെ തരും. വെള്ളം ചൂടായിട്ടുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. ഓ ആയിക്കോട്ടെ. അല്ല, അത് ഇവിടെ ഈ മീനിനൊക്കെ എന്തിനാ പിടിച്ച് വെച്ചിരിക്കുന്നത്? ചുമ്മാ ഒരു രസം. കച്ചവടത്തിനാ? ഏയ് അല്ല.
എനിക്കിതുപോലെ നിറയെ മീനുകളെ പിടിക്കണം. എന്നിട്ട് അതിനെല്ലാം കുപ്പിയിലാക്കി വീട് നിറയെ വെക്കണം. കൂട്ടിനാളില്ലാത്തോണ്ടായിരിക്കും. ആ, അങ്ങനെയും പറയാം. പക്ഷേ എനിക്ക് വേണ്ടത് നല്ല ചുമന്ന മീനുകളെയാ. പക്ഷേ ഈ കാട്ടുചോലയിലൊന്നും അതിനെ കിട്ടാനില്ല. ഏത് നമ്മുടെ പുയ്യാപ്പളക്കോരെ? പേരൊന്നും എനിക്കറിയില്ല. നല്ല ചുമന്ന് സ്വർണ്ണ ചെറുകളൊക്കെ ഉള്ള. അതാ നമ്മുടെ ഗോൾഡൻ ഫിഷ്. കണ്ടിട്ടാ? പിന്നെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ എത്രയെന്ന് വെച്ചാൽ കൊണ്ടുവന്നേരാം. ശരിക്കും ശരിക്കും കൊണ്ടുതരുമോ? നമ്മൾ തമ്മിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും രക്തബന്ധമായ സ്ഥിതിക്ക് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും കൊണ്ടുവരാം. മതിയോ? ഇപ്പം അത്രയും മതി. ഇനി സമയമുണ്ടല്ലോ. തന്നെ പിടിച്ചേറ്റാൻ വേണ്ടി വെള്ളത്തിൽ ചടിയതാ. ദേഹം അപ്പടി ചളിയായി. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ആ, പെട്ടെന്നായിക്കോട്ടെ. വെള്ളം വെച്ചോണ്ടിരുന്ന പനി പിടിക്കും. പരിപാടിയുണ്ടോ? അന്ന് കാടിറങ്ങിയ ഡേവിഡ് മാസങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്നു. കൂടെ ഒരാളൂടെ ഉണ്ടായിരുന്നു, സ്റ്റെല്ല. ഒന്നുകൂടി കാട് കയറുമെന്ന് തോന്നിയടോ. ഇങ്ങ് പോന്നു. എന്തേ ബുദ്ധിമുട്ടായോ? എന്ത് വർത്താനാ സാറേ? നാട്ടിൽ നിന്ന് കാര്യം ഞങ്ങൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്കൊരു സന്തോഷമല്ലേ? ഇതാണോ മിസ്റ്റർ ചൊക്കൻ? അതെ. കാത്തു, ഐ ആം സ്റ്റെല്ല. സാറേ, ഇത് കാട് കാണണമെന്ന് പറഞ്ഞ് കൂടെ കൂടിയതാ. ഞങ്ങൾ കുറച്ച് ദിവസം ഉണ്ടാവും ഇവിടെ. മോളെ സൗകര്യങ്ങളൊക്കെ കുറവാട്ടോ. ഉള്ള സൗകര്യങ്ങളൊക്കെ മതി മിസ്റ്റർ ചൊക്കൻ. ഈ നാട്ടിൽ കിട്ടുന്ന കംഫർട്ടൊന്നും ഇവിടെ കിട്ടാനേ പാടില്ല. ചുറ്റും കാട് മാത്രം. വാട്ട് എ ഫീൽ. ഐ ജസ്റ്റ് വാണ്ട് എക്സ്പ്ലോർ ഇറ്റ്.
എനിക്ക് ഈ പുഴയിലൊന്ന് ഇറങ്ങണമെന്നുണ്ട് ഡേവിഡ്. താൻ ഈ കാട് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതല്ലോ, ഇറങ്ങിക്കോ. സൂക്ഷിച്ച്. വാ. എന്തുപറ്റി? I can't move, David. I feel like ആ പുഴയിലെ കുറേ നേരം കുളിച്ചാലേ അതിൻ്റെയായിരിക്കും. ഇത് കുടിച്ചോളൂ, ക്ഷീണമൊക്കെ മാറിക്കോളും. എന്താ ഇത്? താൻ കഴിക്കണോ, ഒരു മരുന്നാണ്. David, you? അതേടി, ഞാൻ തന്നെ. കൊള്ളാം, നീ ഞാൻ വിചാരിച്ചാലും മേലെയാ. You are cheating me. അതുകൊണ്ടല്ലേ പുല്ലൻ നിന്നെ എനിക്ക് കാട് കയറ്റി കൊണ്ടുവന്നത്. അല്ലാതെ നിനക്ക് ഇവിടെ ആസ്വദിക്കാൻ ഒരു കോപ്പുമില്ല. കുറെ ചീവീടുകളും കുറെ കാട്ടുവാസികളും. എന്തെങ്കിലും നീ കാടിറങ്ങി നാട്ടിലേക്ക് വരുമല്ലോ. I will show you, bastard.
മോളെ മോളെ താൻ എന്താ മോളെ ചെയ്ത്? മോളെ മോളെ എണീക്ക്. ആ! എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. അപ്പൊ ഞാൻ കണ്ടത് അവളെയാണോ? അതെ. അപ്പോ അപ്പനെയും? അപ്പനെയും കൊന്ന് കുഴിച്ചു മൂടി. അപ്പോ അപ്പനും ഇവിടൊക്കെ തന്നെ കാണൂല്ലേ? എന്താ പേടിയുണ്ടോ? ഏയ് പേടിയൊന്നുമില്ല. നല്ല പേടിയുണ്ട്, ആ മുഖം കണ്ടറിയാം. അല്ല, ഇത്രയൊക്കെ ആയിട്ടും വേറെ കേസൊന്നും കൊടുത്തില്ല? ഈ കാടിനൊരു നിയമമുണ്ട് സുഖു. എനിക്ക് അനുകൂലമായ ഒരു വിധി വരുന്ന ദിവസം വരും. സ്റ്റെല്ലെ ഞാൻ കണ്ട സ്ഥിതിക്ക് ഇനിയും കാണാനുള്ള വല്ല ചാൻസും ഉണ്ടോ? ഈ കാടും വീടും അവൾക്ക് അത്രയും ഇഷ്ടമായിരുന്നു. അതാ ഈ കാട് വിട്ട് പോവാത്തത്. അവരെ അന്വേഷിച്ച ആരും ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ല. അപ്പാ ഡേവിഡോ? ഇല്ല. ഇത്രയും സങ്കടങ്ങളൊക്കെ ഉള്ളിലുള്ള ആളാണല്ലേ. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാത്തു എൻ്റെ കൂടെ പോരെ വീട്ടിലേക്ക്. ഏയ് ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. ചിരിക്കാണ്ട് പിന്നെ കുറച്ചു നേരം കണ്ടപ്പോഴേക്കും പ്രേമ നല്ല കാര്യായി. അത് പിന്നെ ഈ ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ് എന്നാണല്ലോ. സോറി. വേണ്ട സുഖു, ഈ കാടിനപ്പുറം എനിക്ക് പേടിയാണ്. ഇപ്പം ഞാൻ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഞാൻ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല, കാര്യമായിട്ട് തന്നെയാണ്. കാത്തുവിനാണെങ്കിൽ ആരുമില്ല. നാട്ടിൽ നമുക്ക് ഒരുമിച്ച് കഴിയാം. എന്തേ? ഞാനും എൻ്റെ രീതികളൊക്കെ വേറെയാണ്. സുഖു വിചാരിക്കുന്ന കൂട്ടല്ല. സുഖുന് വട്ടാണ്. ആണെന്ന് കൂട്ടിക്കോ. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. മര്യാദക്കൊന്നും ഒരുത്തനും എനിക്ക് കൊണ്ടുവരില്ല. ഇതിങ്ങനെയൊക്കെ തന്നെ നടക്കുകയുള്ളൂ. സ്വഭാവം കൊണ്ടല്ല കേട്ടോ. ഈ സിനിമ അഭിനയം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവന്മാർ കള്ളും കഞ്ചാവാണെന്നാണ് നാട്ടുകാർ തെണ്ടിയുള്ള ഒരു ധാരണ. അതിൻ്റെയാണ്. സുഖു വിഷമിക്കണ്ട, സുഖുനൊക്കെ എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടും. കാത്തൂന് എന്നെ ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അതിനി നല്ല പെണ്ണിനെ കിട്ടുമെന്ന് പറഞ്ഞ് വരൊന്നും തരണ്ട. സുഖു വിഷമിക്കണ്ട, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. വീട് സുഖു വേണ്ട, ഞാൻ കുറച്ച് തേനെടുത്തിട്ട് വരാം. കാലിന് നല്ല വേദനയുണ്ട്. അതിന് സമയം ഒരുപാട് വൈകി. ഇന്നിനി ഞാൻ ഇവിടെ കൂടിയാലോ? പുറത്ത് ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരും. അത് സീനില്ല. അളിയാ, ആ അയ്യപ്പൻ അവിടെ ഉണ്ടോ? എടാ ഞാനവിടെ എത്തിയിട്ടില്ല. ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. ഇങ്ങോട്ട്. കുഴപ്പമൊന്നുമില്ലടാ, ഞാൻ സേഫാണ്. ഇവിടെ യക്ഷിയൊക്കെ ഉള്ളൊരു വീട്ടിലാ. ഏത്? ആ കാട്ടില്ല. ചുമ്മാ ഇരടാ. സതീശ നീ ഫോൺ വെക്ക്, ഞാൻ പിന്നെ പറയാം. ശരിക്കും പറയണാണ്. എടാ നീ ഫോൺ വെച്ചോ, ഞാൻ നാളെ വിളിച്ചോളാം. എടാ സുഖു, എന്നിട്ട് വല്ലതും നടന്നോ? നീ വെറുതെ നമ്പർ അടിക്കണാണ്. എനിക്കറിയാം മോനെ. ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുമെന്ന് അറിയില്ല, നേരിട്ട് പറയാം. വെച്ചോ, ഓക്കെ ബൈ. എടാ യക്ഷിയും കക്ഷി വന്നാ കിട്ടൂ. എടാ വെച്ചിട്ട് പോടാ മൈത്താണ്ട്. ഞാൻ നാളെ വിളിക്കാന്ന് പറഞ്ഞില്ലേ? വെക്ക്. എടാ വെക്കല്ലേ.
ആ സുഖ കാട്ടിലെന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ എന്തേ? അവനെ ഏതാണ്ടൊക്കെ വായി തോന്നിയൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ആ കാട്ടിൽ യക്ഷി ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞോ? ആ യക്ഷിയുടെ കാര്യം എനിക്ക് അറിയില്ല, പക്ഷെ എന്തൊക്കെ ഇവിടെ പരിപാടികൾ നടക്കുന്നത് എനിക്ക് ഉറപ്പാണ്. ആ കാട്ടിലേക്ക് എഴുതാൻ പോയ അയ്യപ്പൻ്റെ ഒരു അഡ്രസ്സും ഇല്ല. അവൻ അങ്ങനെ നല്ല ആളൊന്നും അല്ല. പിന്നെ ആ കാര്യത്തിലവൻ ഡീസൻ്റാ. എന്നാലും ഈ യക്ഷി ചിലപ്പോൾ ഉണ്ടാവിടാ, ഒന്നും പറയാൻ പറ്റില്ല. ഈ അയ്യപ്പനാളെങ്ങനെയാണ്? അയ്യപ്പനൊക്കെ വെറും വെള്ളം പെണ്ണും സിനിമയുടെ രണ്ടി അറിയില്ല. പണ്ടേതോ കുളിരെന്ന് പറഞ്ഞ ആഴ്ചപ്പതിൽ കമ്പിക്കഥ എഴുതിയിരുന്ന ആളാണ്. പിന്നെ തന്നിച്ചാൻ്റെ കാര്യം എനിക്കറിയാലോ, ലോക പുസ്തകത്തെ ഞരമ്പാണ്. അയാളുടെ വീക്ക്നെസ് മുതലെടുത്തോണ്ട് ഇയാൾ കൊണ്ട് ചാടിച്ചാണ്. എൻ്റെ പൊന്നു സൈഷ, ഈ സിനിമയിൽ വല്ല പ്രതീക്ഷ ഒന്നും വേണ്ടട്ടാ. അപ്പോൾ ഇത് നടക്കില്ലേ? നടന്നു. അപ്പോൾ മൂഞ്ചലാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആ സുഖുവിൻ്റെ കാര്യമാണ്. എന്നാലും ആ കാട്ടിൽ യക്ഷി കളി മോനെ. എടാ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവിടാ, ചിലപ്പോൾ യക്ഷയൊക്കെ ഉണ്ടാവും. ആണോ? അവനൊരു ശുദ്ധനാവേണ്ടി ചിലപ്പോൾ കളിയും കിട്ടും. ഈ ഒന്ന് പോയോക്ക്, ചിലപ്പോൾ കളി കിട്ടിയാലോ. ഏയ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാനേ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. പോൾ ഹേലി എഴുതിയതാ. 1940 ആമസോൺ കാടുകളിൽ ചെറുപ്പക്കാരെ കാത്തിരിക്കുന്ന സുന്ദരികളായ യക്ഷികളുടെ കഥ. സുഗുവിൻ്റെ കേസിൽ എനിക്ക് ഇതാ ഓർമ്മ. അങ്ങനൊന്നുമില്ല, നീ വെറുതെ ചുമ്മാ പോടാ. എടാ അതുള്ളതാടാ, അങ്ങനെ സംഭവമുണ്ട്, സത്യമാണ്. എടാ യക്ഷികളായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ചീത്തപ്പേരുണ്ടാവില്ല, സംഗതി സേഫാണ്. പ്ലേ വിത്ത് യക്ഷി, എൻജോയ് മാൻ എൻജോയ്. ആമസോൺ ഈ പേര് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. കണ്ടോ, ഇപ്പം ഞാൻ പറഞ്ഞ വിശ്വാസമല്ലേ? ഇപ്പം എങ്ങനെയുണ്ട്? ആമസോൺ യക്ഷി കളി എരമ്പും. എന്തേ? ഒന്നുമില്ല, എന്തോ ഒരു എന്താ പേടിയുണ്ടോ? ചെറുതായിട്ട്. ഇല്ല അതില്ല. അകത്തേക്ക് പോരി. താങ്ക്സ്. എന്താ മഴയല്ലേ, ന്യൂനമർദ്ദം തോന്നുന്നു. രാത്രി മഴ കാണാൻ നല്ല രസമാണ്. ഞാനതങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. എന്താ തണുപ്പല്ലേ. ശരിക്കും നടക്കുന്നുണ്ടോ? ചെറുതായിട്ട്. ലേലോ തേൻകനി ചോർന്നല്ലോ, പൂങ്കുലകാറ്റിലുലഞ്ഞൊഴുകി വരും ലഹരിയിലോ, നിന്മദഗന്ധരസം നിറയുന്നല്ലോ. ഏനോ എരിയുന്നല്ലോ എന്നുടെ സുന്ദരി, നീ എങ്ങുയിരെ തിരയുന്നല്ലോ, നിന്നുടെ ചന്തമതെന്നുള്ളമിതിൽ കുറുകുന്നല്ലോ. നിങ്ങൾ ശരിക്കും നാട്ടിൽ പോയി വരുമ്പോൾ എനിക്ക് ചുവന്ന മീനുകളെ കൊണ്ടുതരുമോ? ഏത് മറ്റേ സ്വർണ്ണ ചിറകുള്ള വീണോ? അത് ഞാൻ കൊണ്ടുവരാം.
ശരിക്കും? ആ കൊണ്ടുവരാന്നേ, അതിന് വലിയ വിലയൊന്നുമില്ലല്ലോ. ഇല്ല, നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കില്ല. മീനൊക്കെ കൊണ്ടുവരാ കാത്തു. ഞാൻ പിടിക്കാത്ത മീനുകളുണ്ടോ? ആ ഹലോ, അതെ ചേട്ടാ. ഹലോ ചേട്ടാ, ഒന്ന് നിൽക്കുമോ ചേട്ടോ? എനിക്കേ വഴി തെറ്റുമെന്നൊരു ഡൗട്ട്. ഇവിടെ ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നല്ലോ, അറിയോ? ഈശ്വരപ്പതിരനാണ് ബംഗ്ലാവ്. ഇയാളെന്തോ ഓർമ്മയാണ്. അവിടെയാണോ? പോയി. ഹലോ, അതെ ഞാനിവിടെ ഒരാളെ അന്വേഷിച്ചു വന്നാ. ബൈക്ക് ഇവിടെ വയ്ക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സേഫ് അല്ലേ? നമ്മുടെ 2 ടീംസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു എഴുത്തുകാരൻ അയ്യപ്പൻ, അറിയോ? പുള്ളീനെ അന്വേഷിച്ച് വേറൊരുത്തനെ വിട്ടതാ. ഇപ്പം അവൻ്റെ ഒരു അഡ്രസ്സ് ഇല്ല. ഈ ബംഗ്ലാവിലേക്ക് ഞാൻ മുമ്പ് വന്നിട്ടുള്ളതാണേ. ഇപ്പോഴേ ഒരു ഐഡിയ കിട്ടണില്ല. ഇയാളെന്താ മിണ്ടില്ലേ? അതെ, കുടിക്കാൻ കുറച്ച് വെള്ളമെങ്കിലും കിട്ടുമോ? ഇത് കയ്യിൽ വെച്ചിട്ട് ഈ കാട് മുഴുവൻ നടന്നു. മദ്യം പൂ വെച്ചപ്പോ പൂക്കാലോ, കൊള്ളാലോ പരിപാടി. എന്തുപറ്റി? ഈ കാട്ടിൽ പുറത്തുനിന്നാരും അങ്ങനെ വരാറില്ലല്ലോ. എനിക്കേ വഴി തെറ്റുമെന്നൊരു ഡൗട്ട്. ഇതെങ്ങനെ ഇവിടെ വന്നു? ഓ അതോ, അത് വഴി വെച്ചപ്പോ ഒരു പുള്ളിക്കാരൻ തന്നാ. എങ്ങടെ പോയതെന്ന് അറിയില്ല. ഹലോ, അതെ ഒരു മിനിറ്റ്. എൻ്റെ പേ എന്തിനാ ചിരിച്ചേ? താനിപ്പോ കുടിച്ചത് സോമരസ, അതോർത്ത് ചിരിച്ചതാ. സോമരസം? കിടുവേരാണല്ലോ. അത് ഈ ആദിവാസികളുടെ കുറെ പ്രത്യേകതരം കൂട്ടൊക്കെ ചേർത്തുള്ള മദ്യമാണ്. കുറെ കാലം മണ്ണിനടിയിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട്. പുള്ളി സാധനം. എന്ത്? അല്ല ഈ സോമരസം ഈ കുടത്തിലെന്താ? സോമരസം പോലത്തെ എന്തെങ്കിലും? തേനാണ്, കാട്ടുതേൻ. അല്ല എന്താ പേര്? സ്റ്റെല്ല. സ്റ്റെല്ല? നല്ല കിടുക്കാച്ചി പേരാണല്ലോ. സാധാരണ ഈ കാട്ടിലുള്ളവർക്ക് തങ്കം, പൂവ്, ചെന്താമര അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാവാറ്. ഇത് നല്ല മോഡേൺ പേരാണല്ലോ. അത് ഇനി വല്ല ചെല്ലമ്മാന്ന് പറ്റാണോ? എന്താ നിങ്ങൾക്ക് മാത്രമേ മോഡേൺ പേര് ചേരൂ? സ്റ്റെല്ലയുടെ ചിരിയാണ് ഒരു പ്രത്യേക ഫീലാട്ടോ. എന്താ പേടിച്ചു പോയോ? അങ്ങനൊന്നുമില്ല. അല്ല, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേന്ന് പറഞ്ഞില്ല? അത് പറഞ്ഞപ്പോഴാ, ഇവിടെ ഈ സിനിമാക്കാരൊക്കെ എഴുതാൻ വരുന്നൊരു വീടുണ്ടായിരുന്നല്ലോ, അറിയോ? നമ്മുടെ ഒരു എഴുത്തുകാരൻ പുള്ളി അയ്യപ്പൻ എഴുതാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരുന്നു. പുള്ളിയുടെ പറയാ നമ്മുടെ വേറൊരുത്തനും. ഇപ്പം 2 പേരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത് അന്വേഷിച്ച് വന്നാണ്. അങ്ങോട്ടൊക്കെ ഇനിയും കുറെ പോവാനുണ്ട്. നിങ്ങൾ വന്നിറങ്ങിയ വഴി തന്നെ തെറ്റാണ്. ഇനി അങ്ങോട്ടൊന്നും പോവാൻ പറ്റില്ല. അയ്യോ, ഇനി ഞാൻ ഇപ്പം എന്ത് ചെയ്യും? ഇന്ന് മുഴുവൻ സ്റ്റെല്ലയുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുമോ? നല്ല ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. സുന്ദരനായ ചെറുപ്പക്കാരൻ ഈ കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ. സ്റ്റെല്ല സ്റ്റിൽ ബൈ ദ ബൈ, ഞാൻ ആലോചിക്കായിരുന്നു, സ്റ്റെല്ല നന്നായിട്ട് മലയാളം പറയുന്നു. സ്റ്റെല്ലയുടെ ഫാമിലിയൊക്കെ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നിങ്ങളെപ്പോലെ നാട്ടിൽ തന്നെയായിരുന്നു. ഇപ്പം ഈ കാട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. നോ നോ നോ, അത് വെറുതെ, ഞാൻ വിശ്വസിക്കില്ല. ഈ കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ, അതും അതിസുന്ദരിയായ തന്നെ പോലെ ഒരു പെൺകുട്ടി.
നോ നെവർ. വേറെ എന്തൊക്കെ അറിയണം സതീശന്? വേറെ എൻ്റെ വേറെ എങ്ങനെ മനസ്സിലായി? എന്താ ഈ ആലോചിക്കുന്നേ? ഹേയ് ഇല്ല, സ്റ്റെല്ല സിംഗിളാണോ? നിങ്ങക്ക് പോവാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇന്ന് ഇനി ആ ബംഗ്ലാവിലേക്ക് പോകുന്നത് അപകടമാണ്. വിരോധം ഇല്ലെങ്കിൽ എന്റെ കൂടെ കുടിക്കോ. അയ്യോ ആരാ? ഓടിക്കോ. അയ്യോ നിക്ക്, എനിക്ക് ഇവിടുത്തെ വഴി അറിയില്ല. അയ്യോ അയ്യോ ആരോടിച്ചേ? അയ്യോ അത് കളഞ്ഞിട്ട് ഓടി വാടോ. അത് ശരി, ഈ കുഴപ്പമായിരുന്നു. അയ്യോ പാമ്പ്. അത് പാമ്പല്ലടോ, മിണ്ടാതിരി. ശ്വാസം വിടാൻ പറ്റുമോ? അമ്മേ കർത്താവ് ഹിന്ദിയാ. ഓക്കെ ഓക്കെ സാരമില്ല, അവൻ വരുമ്പോൾ ഞാൻ വിളിച്ചിരുന്നു പറഞ്ഞാൽ മതി. ഇവനെങ്ങനെ ഹിന്ദിക്കാരോട്ട് കണക്ഷൻ? ഇനി അവൻ്റെ ഭാര്യ ആയിരിക്കും. മേ ഐ കം ഇൻ സർ? യെസ് കം ഇൻ. സാർ വരാൻ പറഞ്ഞിരുന്നു. യെസ് യെസ് ഞാൻ പറഞ്ഞിരുന്നു. കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വരാൻ പറഞ്ഞിരുന്നു. എങ്ങനെയുണ്ട്? മാർവലസ്. താങ്ക് യു. ഷൽ ഐ സിറ്റ്? ഒരു മിനിറ്റ്, ഒന്ന് തിരിഞ്ഞിരിക്കണേ. അതന്നെ, ഒന്ന് തിരിഞ്ഞു. ലെഫ്റ്റ്, ഇനി റൈറ്റ്. ആഹാ, ഒന്നും കളയാനില്ല. ഇനി ഇരുന്നോ. സാർ അന്ന് കോൾ ഷീറ്റ് സൈൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നു. പേപ്പറൊക്കെ സൈൻ ചെയ്യാം, പക്ഷെ പമ്മിയുടെ അഭിനയം എങ്ങനെയാന്നുള്ളത് ഞാനാണേ കൂടെ അഭിനയിക്കുന്നത്. സാർ അഭിനയിക്കുന്നുണ്ടോ? പിന്നെ ഒരു സുപ്രധാന വേഷത്തിൽ ഞാനല്ലേ അഭിനയിക്കുന്നത്. അയ്യപ്പൻ നിർബന്ധിച്ചോട്ടോ. പിന്നെ ഞാനൊരു പഴയ കലാതിലകം കൂടിയാണ്. ആണോ? ഏതായിരുന്നു മെയിൻ ഐറ്റം? അങ്ങനെ ഇന്ന ഐറ്റം ഒന്നുമില്ല, എല്ലാ ഐറ്റത്തിലും. ദാറ്റ്സ് കൂൾ. പമീല, ഈ അഭിനയം എന്ന് പറയുന്നത് ഒരു കടൽ പോലെയാണ്. ഞാൻ ആ കടലിൻ്റെ തീരത്തിരുന്ന് കക്കാവായിരുന്ന ഒരു പാവമൊക്കുവനാണ്. അയ്യോ, ഞാൻ അത്രയ്ക്കൊന്നും ആയിട്ടില്ല കേട്ടോ. പമീലെ ഞാൻ കക്ക വരാൻ പഠിപ്പിക്കും, നല്ല മുഴുത്ത കക്ക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കോരിച്ചൊരിയുന്നൊരു മഴ പെയ്യുന്നു വിചാരിക്കുക. പമീലൊരു കൊടയൊക്കെ ചൂടി ഒരു ബസ് സ്റ്റോപ്പിൽ വെയിറ്റിംഗ് ഷെഡിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മഴയാണോ കാലത്ത് നിന്നാ പോരെ? അയ്യോ അത് പറ്റില്ല, പുറത്ത് തന്നെ നിൽക്കണം. അങ്ങനെ കോരിച്ചൊരിയുന്ന മഴയത്ത് ഞാൻ കൊടയൊന്നുമില്ലാതെ ഓടി പമീലയുടെ കൊടക്കീഴിലോട്ട് കയറുകയാണ്. ഇപ്പം ആ കൊടക്കീഴിൽ നമ്മൾ രണ്ടാളും മാത്രം. ഓക്കെ, നമുക്ക് ആ സീനെ നോക്കാം. അപ്പോൾ കോരിച്ചൊരിയുന്ന മഴ പെട്ടെന്ന് എന്താണ്? ഇടിവെട്ടിയതാണ്. അപ്പോൾ പമീല എന്ത് ചെയ്യും? ഞാൻ വെയിറ്റിംഗ് ഷെഡ് കയറും. വെയിറ്റിംഗ് ഷെഡൊക്കെ മഴയത്ത് പൊളിഞ്ഞു പോയി, വെയിറ്റിംഗ് ഷെഡൊന്നും ഇല്ല. അപ്പോൾ പമീല എന്ത് ചെയ്യും? അപ്പൊ അതുവഴി ഒരു ഓട്ടോ വരും, ഞാൻ അത് കയറി പോവും. അന്ന് ഹർത്താലാണ്, ഓട്ടോ ഒന്നുമില്ല. പമീല കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ചിന്തിക്കൂ. റൊമാൻറ്റിക് ആയിട്ട്? എഗെയിൻ കോരിച്ചൊരിയുന്ന മഴ, ഒരു കൊടക്കയിൽ നമ്മൾ രണ്ടാളും മാത്രം. പെട്ടെന്ന് ഇടിവെട്ടുന്നു. പമീല എന്നെ കെട്ടിപ്പിടിക്കുന്നു. ഓക്കെ, ഇടിവെട്ടി കെട്ടിപ്പിടിക്കുന്നു. മുറുക്കെ പിടിച്ചോ, ചറപറ ഇടിവെട്ടുക. ഇത് തോന്നുന്നല്ലേ? പെട്ടെന്ന് മഴ മാറി. പമീലയുടെ ഡ്രസ്സ് മൊത്തം നനഞ്ഞു. ഡ്രസ്സ് മാറാൻ വേണ്ടി ഞാൻ പമീല എൻ്റെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കും. പമീല എൻ്റെ കൂടെ വരും. ഇനി നമുക്ക് ആ സീൻ നോക്കാം. അത് വേണോ? അത് വേണം, അതാണ് മെയിൻ. അതിലാണ് അഭിനയം മൊത്തം പുറത്തു വരേണ്ടത്.
സതീഷേടാ എടാ തട്ടിത്തെറിഞ്ഞ് നീ ഇവിടെ എത്തിയോ? ബെസ്റ്റ് സ്ഥലത്തടാ വന്ന് പെട്ടിരിക്കണത്. എടാ ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കുന്നില്ലേ? എടാ കേൾക്കുന്നില്ലേ? ഹായ്, ചുവന്ന മീൻ. ഈ പെണ്ണ് മീൻ കച്ചവടം. ആ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും അവൾക്ക് എന്തിന്റെ കച്ചവടാന്ന്. നാട്ടിൽ പോകുമ്പോൾ ഉള്ള കയ്യിൽ നിന്ന് കുറച്ച് മീൻ മേടിച്ചോണ്ട് പോകണം. എടാ സതീഷ് അത് ഞാനാടാ. എങ്ങനെയാലും ഈ കുപ്പിയും തല്ലിപ്പൊളിച്ചെന്നെ പുറത്തിറക്കടാ. ആ പട്ടി കേൾക്കുന്നുണ്ടോ? എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ടെന്താവാൻ? ഒരു മിനിറ്റ്. ഞാനിങ്ങനെ ദാഹിച്ചു വലഞ്ഞു വന്നപ്പോൾ വഴിയിലൊരാളെ കണ്ടു. അയാളോട് ആദ്യം ബംഗ്ലാവിലേക്കുള്ള വഴി വെച്ചു. മിണ്ടിയില്ല. പിന്നെ കുടിക്കാൻ ഇത്തിരി വെള്ളം ചോദിച്ചു. അങ്ങേരെ എന്തോ ഒരു സാധനം തന്നു. അത് കുടിച്ചത് മാത്രം ഓർമ്മയുണ്ട്. എന്നിട്ട് എൻ്റെ പൊന്നോ, ഒരടാറ് പീസ്. പീസോ? അല്ല, മാന്യമായൊരു പെൺകുട്ടി. അവൾ എന്നെ വിളിച്ചോണ്ട് എങ്ങോട്ടൊക്കെയോ പോയി. അല്ലാതെ ഞാൻ അവളുടെ കൂടെ പോയതല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചങ്ങനെ നടന്നപ്പോൾ മുന്നിലൊരാന. ആനയോ? അതിന് ഈ കാട്ടിൽ ആനയില്ലല്ലോ. ഇല്ലേ? ഇല്ലെന്നേ. താ ശരിക്കും കണ്ടോ? അങ്ങനെ ചോദിച്ചാ ഇല്ല. പക്ഷെ ആനയുടെ ശബ്ദം ഞാൻ കേട്ടതാ. അവൾ എന്നോട് ഓടാൻ പറഞ്ഞു. ഞാൻ ഓർഡർ ആവട്ടോ. അവള് പേര് വല്ലതും പറഞ്ഞായിരുന്നോ? പേര് സ്റ്റെല്ല. അടിപൊളി. നല്ല ടീമിന്റെ അടുത്ത് തന്നെ അടിയിക്കണേ. ഒക്കെ പ്രേതങ്ങളാണ്. ഒക്കെ പ്രേതങ്ങളാണ്. ട്വിസ്റ്റ് അതല്ലാന്ന്. ഈ സ്റ്റെല്ലയ്ക്ക് എൻ്റെ പേരറിയായിരുന്നു. ആണോ? ആന്നേ. എൻ്റെ പേരെങ്ങനെ അറിയാന്ന് ചോദിച്ചപ്പോൾ അവളൊരൊറ്റ ചിരി. ഇതുപോലെ തന്നെ സെയിം ചിരി. നിങ്ങൾ ബന്ധുക്കളാ? സതീശ, ഈ കാട് എങ്ങനെയാ? അരുതാത്തത് പലതും കാണും. കണ്ണടച്ചേക്കണം. പുല്ലതൊന്നും വിശ്വസിക്കരുത്. ഇതൊക്കെ എന്റെ അടുത്ത് അടിച്ച ഡയലോഗാണ്. എന്നിട്ട് ബാക്കി പറ. എന്നിട്ടെന്താവാൻ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ സ്റ്റെല്ലയ്ക്ക് എന്നോട് എന്തോ ഒരു താല്പര്യം. അവളെ എന്നെ ഒന്ന് പ്രലോഭിപ്പിക്കാൻ നോക്കി. ഞാൻ വഴങ്ങൂ. നമ്മളെ കാണാൻ ഇത്തിരി ഗ്ലാമറൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. പലപ്പോഴും ഈ ഗ്ലാമർ പ്രശ്നമാണ് കുട്ടി. നിന്നെ പണ്ട് അമ്മനി ചേച്ചിയുടെ വീട്ടിൽ നാട്ടുകാർ കെട്ടിട്ട് അടിച്ചില്ലേ? അതോടെ പറയടാ. അവൾ എന്നെ വശീകരിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും പയറ്റി നോക്കി. നമ്മൾ വിടുവോ? ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ മുഖത്ത് നോക്കി തറപ്പിച്ചു പറഞ്ഞു. അവൾ ഏത് തരക്കാരിയാവട്ടെ, പക്ഷേ ഞാൻ മാന്യനാണ്. നീ ഇവിടെ എത്തിയത് എങ്ങനെയാന്നുള്ളത് ഏകദേശം എനിക്ക് മനസ്സിലായി. ഞാൻ നോ, നടക്കില്ല എന്നും പറഞ്ഞ് തിരിഞ്ഞൊരൊറ്റ പോക്ക. പിന്നെ നോക്കുമ്പോൾ അവളെ കാണാനില്ല. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഈ കാട് മൊത്തമൊക്കെ ഇങ്ങനെ കറങ്ങുന്ന പോലെ തോന്നി. ഞാൻ വന്നു നോക്കുമ്പോൾ ബോധമില്ലാണ്ട് കാട്ടിൽ കിടക്കുമായിരുന്നു സതീശൻ. ആണ്. അതിനിടയിൽ എൻ്റെ ബാഗ് അവിടെ പോയെന്ന്. എൻ്റെ മൊബൈലൊക്കെ അതിനകത്താണ്. ഉടുത്തു മാറാൻ ഒരു തുണി പോലും ഇല്ല. അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം സതീശ. അപ്പോൾ കാത്തൂന് ഈ കാട്ടിൽ സ്റ്റെല്ല എന്ന് പറഞ്ഞ ഒരാളെ പരിചയമില്ല? ഇല്ലെന്നേ. എൻ്റെ ബലമായ സംശയം സുഖ മിക്കവാറും അപ്പോൾ അവളുടെ കൂടെ ആയിരിക്കും. ആരവളുടെ കൂടെയാന്ന്? നേരത്തെ പറഞ്ഞ കൂട്ടുകാരനാ? ആന്നേ. ഞാൻ വിളിച്ചപ്പോൾ അവൻ ഇന്നലെ കൂടെ ഫോൺ എടുത്താ. സുഖ ഈ കാട്ടിൽ ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെയാണ്. അതെനിക്ക് ഉറപ്പാ. മിക്കവാറും അത് അവള് തന്നെയായിരിക്കും. അവനങ്ങനെ വെറുതെ പറയില്ല. അവനായതുകൊണ്ടാണ് എനിക്ക് പേടി. പുള്ളിക്കാരൻ നമ്മളെപ്പോലെ അല്ലേ. ഈ സ്ത്രീ വിഷയത്തിലൊക്കെ ലേശം കമ്പുള്ള ആളാ. പണ്ട് ഇവനൊരു ദിവസം നാട്ടിൽ അമ്മണി ചേച്ചിയുടെ വീട്ടിൽ കയറിയതിന് നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചു കെട്ടിയിട്ട് അടിയോടടി. അവൻ്റെ അമ്മോ, ഇനി അങ്ങനെ വല്ലതും. തന്റെ കൂട്ടുകാരൻ അത്രയ്ക്ക് മോശക്കാരനാണോ? എന്നെ പോലെ അത്ര ഡീസൻ്റ് അല്ല ഉള്ളി. പ്രത്യേകിച്ച് ഈ പെണ്ണ് കേസിൽ. എന്ത് ചെയ്യാനാ, ചില ആണുങ്ങളൊക്കെ അങ്ങനെയാണ് കാത്തു. ഈ ആണുങ്ങളെല്ലാം ഒരുപോലെയാണോ? ഇതെന്താണ് ഒരുമാതിരി ശബ്ദമൊക്കെ മാറ്റിയിട്ട്? നല്ല ചിരി. കാത്തൂന് ഈ കാട്ടിൽ ഒറ്റയ്ക്ക് ബോറടിക്കില്ലേ? വല്ലപ്പോഴും നാട്ടിലേക്കൊക്കെ ഒന്ന് വായോ. നമുക്ക് മൂന്നാറിലൊക്കെ പോയി റൂമൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ചിട്ട് ഇങ്ങോട്ട് വരാം. എനിക്ക് ഈ നാട്ടിൽ നിന്ന് കാട് കയറി വരുന്ന എല്ലാവരെയും ഭയങ്കര പേടിയാ. ഛേ, അങ്ങനെ പറയല്ലേ. നമുക്ക് ചുമ്മാ എക്സ്പ്ലോർ ചെയ്യാന്നേ. ആലോചിക്കാം. കാത്തൂൻ്റെ ചിരി കാണുമ്പോൾ എനിക്കൊരു സിനിമ നടിയാ ഓർമ്മ വരണേ. ആരെ? മിയ മാൽക്കോവ. അതാരാണാവോ? അതൊരു വലിയ നടിയാ. സത്യം പറഞ്ഞ അവളെക്കാളും സുന്ദരിയാ കാത്തു.
സതീശ ഇരിക്കേ, എൻ്റെ പൊന്നോ, ഞാനിപ്പോ വരാം. എന്താണിത്? എന്നിട്ട് എന്തെങ്കിലും കഴിക്കാണ്ടാക്കി തരാം. വേണമെന്നില്ല, വയറൊന്നും. കാട് മൊത്തം കിടന്ന് ഓടിയതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല, കാത്തു പോയി കുളിച്ചിട്ടോ. ഇന്നിനി ബംഗ്ലാവിലേക്കൊന്നും പോവാൻ നിൽക്കണ്ട. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ വഴിയൊന്നും കാണില്ല. നാളെ കാലത്ത് പോവാം. ശരിയാ, എന്തൊരു ഇരുട്ടായി കാട്ടിലൊക്കെ. നിങ്ങളൊക്കെ എങ്ങനെ ജീവിക്കണം ഇവിടെ? ശീലമായിപ്പോയി. ഇപ്പൊ ഇരുട്ടാ ഇഷ്ടം. ഇരുട്ട് ഇഷ്ടമാണെന്നോ? അതൊരു പ്രത്യേകം ജീവിതമാണല്ലോ. പണി കിട്ടൂട്ടോ. ചെന്ന് കയറി കൊടുക്ക്. അമ്മേ, എന്താ? കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമെന്ന് അറിയാൻ വന്നതാ. നല്ല ദാഹമുള്ള കൂട്ടത്തിലാവുന്നു. അവിടെ നോക്കിയാ മതി, അവിടെ ഉണ്ട്. ശരി, കാത്തു കുളിച്ചോ. ഡോറിനകത്തൊന്നും കുറ്റിയില്ലല്ലേ? നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു കുറ്റി സതീശൻ വെപ്പിക്കണം. പോയേ. ശ്ശെ. ശ്ശേ, ഒരു സ്ക്രൂ ഡ്രൈവറും 3 ആണിയും കിട്ടും. എന്തിന്? ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാ. ഇതിന്റെ കുറ്റിയങ്ങ് ശരിയായി കളയാം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. സതീശപ്പ ചെല്ല്, കുറ്റിയും കുളത്തൊക്കെ പിന്നെ ശരിയാക്കാം. ഈശ്വര, എന്താണത്? ഭഗവാനെ, സതീശ കൈയെടുക്ക്. ഇല്ല, എടുക്കൂല. അവന്റെ കാര്യത്തിൽ തീരുമാനം. ഇവ മീനായില്ലേ? ചിലപ്പോ വല്ല ഉറുമ്പാക്കാനാവും. വേദനിച്ചോ? പിന്നെ വേദനിക്കാതെ. അമ്മാരി അടിയായിരുന്നു. പോട്ടെ, സാരമില്ല. പക്ഷെ തന്നെ ആള് കൊള്ളാലോടോ. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെണ്ണിനെ കയറി പിടിക്കേ. എന്നാ ഞാൻ സത്യം പറയട്ടെ, ഞാൻ വെറും വൃത്തിയിട്ടവനാണ്. അങ്ങനെയല്ലല്ലോ താൻ നേരത്തെ പറഞ്ഞത്. അല്ല, അത് പിന്നെ ഞാൻ കാത്തൂനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാനായിട്ട്. സത്യം പറഞ്ഞാൽ കാത്തൂനെ കണ്ട എൻ്റെ കൺട്രോൾ പോയിരിക്കുകയാണ്. ആഹാ, ഇങ്ങനെ എത്ര പേര് സതീശൻ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. പിന്നെ പക്ഷെ കാത്തൂനെ പോലെ ഒരാളെ ആദ്യമായിട്ടാ. കാത്തൊന്ന് മനസ്സ് വെച്ചാ. താല്പര്യമില്ലെങ്കിലോ? ഒന്നിനും മടിയില്ലാത്തവനാ ഞാൻ. കരഞ്ഞ് കാല് പിടിക്കും. ദേ, ഈ ചിരിയിലാണ് ഞാൻ വീണുപോയത്. എത്ര പെണ്ണുകളുടെ രുചി അറിഞ്ഞിട്ടുണ്ട് സതീശൻ? അങ്ങനെ ചോദിച്ചാ ഒരു 4-5. ബലം പ്രയോഗിച്ചിട്ടാണോ? ഒരിക്കലും അല്ല, സത്യമായിട്ടും അല്ല. ബലം പ്രയോഗിച്ച് കാര്യം നടത്തിയിട്ട് അതുങ്ങളെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടോ സതീശൻ? അങ്ങനെ ചെയ്യണൊക്കെ തെറ്റല്ലേ? സതീശന് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോന്നോ? കേൾക്കാൻ മാത്രമല്ല, അത്യാവശ്യം എഴുതുന്ന കൂട്ടത്തിലൊക്കെയാണ് ഞാൻ. കഥ തുടങ്ങിയിട്ട് എടുപ്പ് വരും.
പഴയ രാജസ്ഥാന്റെ തെക്ക് കിഴക്കായി കിടന്നിരുന്ന സീനാബന്ദൂരി എന്ന നാട്ടുരാജ്യം. ആ നാട്ടുരാജ്യം ഭരിച്ചിരുന്ന അജലേന്ദ്ര മഹാരാജാവിനെ മരണഭയം വല്ലാതെ അലട്ടിയിരുന്നു. തൻ്റെ ആരോഗ്യവും ആയുസ്സും അതേപടി നിലനിർത്താനുള്ള ആഗ്രഹത്തിൻ്റെ മുകളിൽ അദ്ദേഹം ജയതീർത്ഥ എന്ന മഹായോഗിയെ തേടിയിറങ്ങി. പരിഹാരമായി യോഗി നിർദ്ദേശിച്ചത് ഒരു ലഹരി പാനീയമായിരുന്നു, സോമരസം. വിചിത്രമായ കൂട്ടുകളടങ്ങിയ ആ പുസ്തകം ജയതീർത്ഥ അജലേന്ദ്രന്റെ കൈമാറി. കാട്ടുവാസികളെ കണ്ട് കൂട്ടുകൾ കണ്ടെത്തി മഹാരാജാവ് സോമരസം ഉണ്ടാക്കി. സോമരസം കുടിപ്പിച്ച് 200 സ്ത്രീകളുമായി അവരുടെ സമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആയുസ് വർദ്ധിക്കുമെന്നായിരുന്നു ജയതീർത്ഥ നിർദ്ദേശിച്ചിരുന്നത്. അതിനായി സ്ത്രീകളെ വശത്താക്കാനുള്ള ചേരുവകളായിരുന്നു സോമരസം എന്ന പാനീയം. അജലേന്ദ്രൻ സീനാബന്ദൂരിലെ പല സ്ത്രീകളെയും സോമരസം കുടിപ്പിച്ച് വരുതിയിലാക്കി. സോമരസം കുടിക്കുന്ന ഓരോ സ്ത്രീകളും അജലേന്ദ്രനിൽ അടിമപ്പെടുകയായിരുന്നു. എന്നാൽ ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഓരോ സ്ത്രീകളെയും കൊന്നൊടുക്കുക എന്നതും അജലേന്ദ്രന്റെ ഒരു ക്രൂര വിനോദമായിരുന്നു. തലമുറകൾ നീണ്ട ആയുസ് നേടി മരണമില്ലാത്തവനായി അജലേന്ദ്രൻ ഇപ്പോഴും എവിടെയോ ഉണ്ട്. എന്താ കാത്തു വല്ലാതിരിക്കുന്നത്? എന്തോ ഒരു വയ്യായിക പോലെ. കുടിച്ചോളൂ, ക്ഷീണമൊക്കെ മാറിക്കോളൂ. ഇല്ല, ഈ മരുന്ന് കൊണ്ട് നീ കാടിറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ കണ്ട അന്ന് ഞാൻ തീരുമാനിച്ചതാ സോമരസം നിന്നിലൊന്ന് പരീക്ഷിക്കണം. ഡേവിഡ്, അവൻ വരും, ഇല്ലെങ്കിൽ ഞാൻ അവനെ വരുത്തും. അപ്പൊ നീ യു മീൻ യക്ഷി? അതല്ലടാ നാളെ ഇത്രയും നേരം നിന്നോട് പറഞ്ഞോണ്ടിരുന്നായിരുന്നു. അയ്യോ, ഈ കുപ്പി കൂടെ എടുത്തോണ്ട്
പോവല്ലടാ, എന്നെ കൂടെ കൊണ്ടുപോടാ. കൂപ്പ് രക്ഷപ്പെട്ടു. എന്റെ അടുത്തേക്കാണല്ലോ വരുന്നേ. നിന്റെ ശബ്ദം ഇവിടെ ആരും കേൾക്കാൻ പോകുന്നില്ല. അവനിവിടെ വരാണ്ട് നീ ഒന്ന് രക്ഷപ്പെടാനും പോകുന്നില്ല. അതിന് നീ എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത്? നിങ്ങളെ തേടി കാട് കയറി അവൻ വരും. അവനെയാണ് എനിക്ക് വേണ്ടത്. ആര് വരാ? എന്നെ അന്വേഷിച്ച് വല്ല കാശ് കൊടുക്കാനുള്ള അണ്ണാച്ചിമാര് വരും. അല്ലാണ്ട് ഒരുത്തനും എന്നെ അന്വേഷിച്ച് ഇവിടെ വരാൻ പോകില്ല. എനിക്കൊരു തേങ്ങ മനസ്സിലാവുന്നില്ല. അപ്പൊ നീ നേരത്തെ പറഞ്ഞ പെണ്ണേതാ? അപ്പൊ നീ എന്നോട് പറഞ്ഞ കഥ? സുഗു, നീ ഇപ്പൊ കേട്ടത് സത്യം. ബാക്കി എല്ലാം മായ. മായേ? ഏത് മായ? ഇനി അവിടെ ഏതാണ്? മനസ്സിലാവുന്ന ഭാഷയിൽ പറയല്ലേ. എനിക്കൊരു ഭാഷയെ അറിയൂ. അത് പ്രതികാരത്തിന്റെ ഭാഷയാണ്. നീ നാടകയിലൊക്കെ പറയേണ്ടതിന്റെ ഉദ്ദേശം എന്താന്ന് പറ. പുലി ഈ കലക്കവെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. അവൻ ഈ കാട് കയറി വരണം. എന്നാ നീ കേട്ടോ, എന്നെ തപ്പി ഇവിടെ ആരും വരാൻ പോകുന്നില്ല. അത് സതീശ് രക്ഷപ്പെട്ടു. എന്നെ കൊണ്ട് നിനക്ക് എന്താണ് ആവശ്യം? രക്ഷപ്പെടാനോ? ആര്? സതീശനോ? പറഞ്ഞു കഴിഞ്ഞൊരു മറ്റൊരു ചിരിയാ. നീ ഇറങ്ങി ഓടിയപ്പോ ഞാൻ വിചാരിച്ചു നീ രക്ഷപ്പെട്ടു. ഈ മൈരിയാട്ടിൽ കൂടെ ഓടിയിട്ട് ഒരു കാര്യമുണ്ടോ? പ്രേതങ്ങളുടെ 5 കളിയാണ് ഇവിടെ. അതെനിക്ക് നേരത്തെ മനസ്സിലായി. എങ്ങനെയെങ്കിലും കെട്ടിത്തിരിഞ്ഞ് രക്ഷപ്പെടാറുണ്ടോ നിനക്ക്? അതിനു മുമ്പ് അവളെ നീ കോലത്തിലാക്കിയടാ. എന്തൊക്കെയാണ് കഴിവേറി നീ അവളോട് പറഞ്ഞു കൊടുത്ത്? നിന്നെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. എടാ, അതിന് നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. പിന്നെ ഒരു കിടക്കാച്ച സാധനത്തിന് കണ്ടപ്പോ അറിയാതെ വായന്ന് വീണ് പോയതാണ്. നീ ഒന്ന് ക്ഷമിക്ക്. അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. എങ്ങനെ ഇപ്പൊ ഇവിടെ നിന്ന് പുറത്തേട്? പുറത്തെ എവിടെയെങ്കിലും നേരെ അവളുടെ വയലേക്കല്ലേ. അതിലും വേറെ ഈ ചീഞ്ഞ വെള്ളം കുടിച്ച് ഇവിടെ കിടക്കുകയാണ്. ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ശരിയായിക്കോളും. ഞാനാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് പോറടിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും നന്നായി. അല്ല സുഖു, അവള് പറഞ്ഞ കഥ കേട്ട് എന്റെ കിളി പോയിരിക്കും. ആടാ, ഏതൊരു 16 കാരനാണ് നമ്മളീ അനുഭവിക്കുന്നത്. എടാ, ഇറങ്ങി ഓടി നീ എങ്ങനെയാണ് പിന്നെയും ഇവിടെ എത്തിയത്? അതൊക്കെ വലിയ കഥയാണ് മോനെ, പറയാം. നമുക്കിനി ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. അല്ല, ഇവിടെ എങ്ങനെ സമയത്തിന് ഫുഡൊക്കെ കിട്ടുന്നുണ്ടോ? ഇന്നലെ രാത്രി 2 അരിമണി കഴിച്ചാടാ. വിശന്നിട്ട് കണ്ണാണല്ലോ. പുല്ല് ഒരുമാതിരി കോപ്പിലെ ചെയ്ത്തായി പോയി. ഇവളിത്രയും കഴിവുള്ള ലക്ഷ്യല്ലേ? ഇവക്കയാളെ അവിടെ പോയി പിടിച്ചൂടെ? അതിലൊരു ത്രില്ലില്ല സതീശ. അവൾ അവനവിടെ വരുത്തും. ഇതൊക്കെ ചെയ്യാച്ച അത് ചെയ്യാനാണ് അവൾക്ക് പാട്. ആറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജഗന്നാഥൻ വന്നിരിക്കുന്നു. ആയിഷ കയ്യിൽ നിന്ന് പോയി മേടി. എന്ത് ചൂടനായിരുന്നല്ലേ? ഇനി കുറച്ച് സെൻറ്റ് പിടിച്ചു നോക്കാം, അതാ സേഫ്. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലേ? ഇത് അതിലൊരു അല്ലത്. ഗെറ്റപ്പ് ചേഞ്ച്. ഞാനാണ് ആ കോവിലകം വാങ്ങിച്ച ആ ആള്. എടോ, അപ്പനെന്നു പേരുള്ള 3rd റേറ്റ് ചെറ്റേ. എവിടാ ചേട്ടാ? പുള്ളി സ്ഥലത്തില്ല. നിങ്ങൾ ഇരിക്കേ. ഇരിക്കാൻ വന്നല്ല. അയാളെന്താ വിളിച്ച ഫോൺ എടുക്കാത്ത? ആള് 100 തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ടായിരിക്കും. നിങ്ങൾ സമാധാനമായിട്ടിരിക്കേ. ഈ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്ക്. അല്ല, ഇതിൽ ബാലൻസ് ഇല്ല. അവൻ്റെയൊക്കെ എല്ലാ ഉടായ്പിൻ്റെ പിന്നിലും ഈയെ കണ്ട് നിൽക്കാറയാ. ഒരാഴ്ചയായി അളിയൻ്റെ ഒരു വിവരമില്ല. അളിയൻ ചെറിയ കുട്ടിയൊന്നല്ലോ. ക്രിയേറ്റീവായിട്ടുള്ളൊരു പരിപാടിക്ക് പോയിട്ടുള്ളതല്ലേ. ഫോൺ ഓഫ് ആക്കിയതായിരിക്കും. കഥ എഴുതാൻ പോയതാണല്ലേ അന്ന് പറഞ്ഞത്? നാളെ നേരം വെളുക്കുമ്പോൾ അതിനൊരു വിവരം കിട്ടണം. ഇല്ലെങ്കിൽ ഇതുപോലെ വർത്താനൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ മുമ്പ് എൻ്റെ മുന്നേ പെടണ്ടാന്ന് എൻ്റെ മോലാളിയോടൊന്ന് പറഞ്ഞോ. ആ, അത് ഞാൻ പറഞ്ഞോളാം. പറഞ്ഞോളാം. നിങ്ങൾ ചെല്ലേ. പോയോ? ആ, പോയി. കണ്ട വലിയ വലിയൊക്കെ എൻ്റെ നെഞ്ചത്തൊക്കെയാണല്ലോ വരുന്നത്. ആ, അയ്യപ്പൻ്റെ അളിയനെ വന്ന്. സത്യം പറ, നിങ്ങൾ അയാളെ പട്ടച്ചാരം മാറ്റി കൊടുത്ത് കൊന്നോ? കരിനാക്കെടുത്ത് വളക്കലട പന്നി.
സതീഷിനോട് ഞാൻ പറഞ്ഞതാ ആ സുഖുനെ വിളിച്ചിട്ട് പോന്നോളാൻ. അവന്മാർ വല്ല മഷ്റൂം മേടിച്ച് അവിടെ എങ്ങനെ പോയി കിടപ്പുണ്ടാവും. ഏയ് സുഖ ടൈപ്പൊന്നുമല്ല. സതീശൻ ചിലപ്പോ അല്ല എന്ത് ഈ സോമരസം. ആർക്കറിയാം. അപ്പൊ സാറ് കുടിച്ചിട്ടില്ലേ? എവിടുന്ന് ദൈവമേ, മിക്കവാറും എൻ്റെ തള്ളുകെട്ട അയ്യപ്പനെടുത്ത് മൊത്തം മോന്തിക്കാണും. ശരിക്കും പറഞ്ഞാൽ ഈ പടം നടക്കാൻ പോണില്ല. എനിക്കും സംശയമില്ലാതില്ല. അപ്പം മറ്റേ പെണ്ണുകൊണ്ട് ഗോവയ്ക്കും മലേഷ്യക്കൊക്കെ കറങ്ങി നടക്കാന്ന് പറഞ്ഞത് മൂഞ്ചി. അടപടല മൊത്തം മോഞ്ചിയ ലക്ഷണ ഗിരീഷോ. ആ പമീല വാ ഇരിക്ക്. ഞങ്ങളിപ്പോ മേഡത്തിന്റെ കാര്യം പറഞ്ഞിങ്ങനെ നാക്ക് വായിലിട്ടേ ഉള്ളൂ. എന്താ പറഞ്ഞേ? അല്ല മേഡത്തിന്റെ ടാലന്റ് ഗംഭീരാണെന്ന്. അതെ അതെ, എന്താ അല്ലേ? എനിക്ക് സാറിനോട് പേഴ്സണലായും സംസാരിക്കണമായിരുന്നു. യെസ്, അതെന്തുകൊണ്ട് നല്ലതാണ്. ഗിരീഷ് ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കുക. നമുക്ക് ബെഡ്റൂമിൽ പോയി സംസാരിച്ചിട്ട് വരാം. ഇവിടെ ക്യാമറയൊക്കെ ഉള്ളതാണ്. വരൂ, പമീലയ്ക്ക് അഭിനയത്തിൻ്റെ ചില ക്രൂഷ്യൽ പോയിന്റ്സ് പറഞ്ഞുതരാം. ഇവിടെ എന്തുണ്ടായി? അവളുടെ അഭിനയം അത്ര പോരാ ഗിരീഷ. അത് മനസ്സിലായി. നിങ്ങൾ വേഗം ഡേവിഡ്സനെ വിളിച്ച് കാര്യം പറഞ്ഞോ, അല്ലെങ്കിൽ തല്ലുകൊണ്ട് ചാവാൻ നിൽക്കണ്ട. അതിന് അയാളെ വിളിച്ചാൽ കിട്ടണ്ടേ? ഒരു 16 നമ്പറും ഉണ്ട്. ഹായ് ഷെറിൻ. ഡേവിഡ് ഫ്രീ ആണോ? ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് കാണാൻ. ഓ ഷുവർ. ഞാനിവിടെ ഫാക്ടറിയുടെ ബംഗ്ലാവുണ്ട്. എളുപ്പമായല്ലോ, ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഒരു 10 മിനിറ്റ്. യു ആർ ഓൾവേസ് വെൽക്കം. ഡേവിഡിന് ബുദ്ധിമുട്ടായില്ലല്ലോ? ഇത്തരം ബോറൻ ചോദ്യങ്ങളൊന്നും നിന്റെ ആക്ടിവിറ്റി ചേരില്ല. താൻ ആദ്യമായിട്ടാണോ ഇവിടെ? നോ, ഞാനൊരു തവണ കിഷോറുമായിട്ട് വന്നിരുന്നു, നിങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ പാർട്ടിക്ക്. ഓ യെസ്, ഐ റിമെമ്പർ. അതുകൊണ്ടാണ് വഴി വലിയ കൺഫ്യൂഷനില്ലാതെ എത്തിയത്. പിന്നെ ഞാനിവിടെ വന്ന കാര്യം കിഷോറിന് അറിയില്ല കേട്ടോ. എനിത്തിങ് പേഴ്സണൽ? യെസ് ദർ ഈസ്. വളച്ചു കെട്ടാതെ ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇല്ലെങ്കിൽ ഡേവിഡ് വെറുതെ ആലോചിച്ച് കാട് കയറും. ഷെറിൻ കാര്യം പറ. വരുന്ന 25th ഞങ്ങളെ 10th വെഡിങ് ആനിവേഴ്സറി ആണ്. താങ്ക് യു. കിഷോറിന് ഒരു ബിഗ് സർപ്രൈസ് കൊടുക്കണം. അതിന് ഡേവിഡിന്റെ ഒരു ചെറിയ ഹെൽപ്പ് വേണം, അതും ഫിനാൻഷ്യലി. എന്നെ പോലൊരു 10 പേരെ വാങ്ങിക്കാനുള്ള കാശുണ്ടാക്കിയിട്ടുണ്ടാവും താനും തന്റെ ഹസ്ബൻഡും കൂടി. എന്നിട്ടാണോ? ഡേവിഡ് കളിയാക്കുന്നതിനൊരു പരിധിയുണ്ട്. ആക്ച്വലി 2 വർഷം മുമ്പ് മൂന്നാറിലൊരു പ്ലോട്ടിൽ കിഷോറിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനത് വേണ്ട വെച്ചത്. അവനതിൽ കുറച്ച് നല്ല പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ കാരണം അന്നത് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പേര് ചെറിയ പരിഭവങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പോൾ അത് വാങ്ങിച്ചാലോന്നൊരു ചിന്ത. അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. 1.5 CR വരും, അതും ക്യാഷായിട്ട് കൊടുക്കണം. 75 lakh കയ്യിലുണ്ട്. ബാക്കി ഡേവിഡ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ക്യാഷ് വിഡ്രോ ചെയ്താൽ സർപ്രൈസ് പൊളിയും. സോ അതുകൊണ്ട് ഹേയ് നോ, അത് മാത്രമല്ല ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്യാൻ കൂടെ വന്നതാണ്. ഈവനിങ് 6 പാർട്ടി, നമ്മുടെ ബ്ലൂ ഡയമണ്ടിൽ വെച്ച്. You must be there. Yeah, sure. ഒരു മിനിറ്റ് താനിരിക്കും. Take what you need. Thank you so much, David. It's okay.
കഴിക്കും. നോ. മദ്യം വേണ്ടെന്നാണോ അതോ എൻ്റെ കൂടെ കഴിക്കില്ലെന്നാണോ? അയ്യോ, ഡോണ്ട് ഗെറ്റ് മീ റോങ്, അതുകൊണ്ടല്ല. ഏയ് ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, കഴിക്ക്. താൻ എന്താണ് എനിക്ക് തന്നത്? എഴുതി തന്ന ചെക്കിലുള്ളത് പോരെങ്കിൽ പറഞ്ഞാൽ മതി. അതുകൊണ്ട് പോണെങ്കിൽ നിനക്ക് പോവാം. അതല്ല ഇവിടെ കിടന്ന് എനിക്കിട്ട് ഉണ്ടാക്കാനാ ഉദ്ദേശമെങ്കിൽ നീ ഇവിടുന്ന് പോവില്ല. ഐ വിൽ ഷോ യു സൺ ഓഫ് ബ്ലഡി ബിച്ച്. എനിക്കറിയാൻ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന്. നീ ഇങ്ങോട്ട് നോക്ക് ചങ്ങാതി, ഇയാൾ എന്തായി കാണിക്കുന്നത്? ആളെന്താ കാണിക്കുന്നത്? ആരാ? അളിയനെ വിടറാ. ഏതളിയൻ? അയ്യപ്പൻ്റെ അളിയാണ്. ഓ, ആ ആളെ കണ്ട മനസ്സിലാവുന്നില്ല കേട്ടോ. താടിയൊക്കെ വെച്ചിട്ട് കുടിക്കാൻ തീർക്കണ്ടേ? നീ എന്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കൊന്നും വേണ്ട. നീയൊക്കെ ഈ സിനിമ കോപ്പ് എന്നൊക്കെ പറഞ്ഞ് എങ്ങോട്ടാണ് അയാളെ പറഞ്ഞയച്ചു? ഞാൻ അന്വേഷിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഈ കഥ എഴുത്തെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രൈവസിക്ക് വേണ്ടി പോയതല്ലേ. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കല്ലേ. സിനിമയല്ലേ, ഞാനല്ലേ പറയുന്നത്. നീ ആയോണ്ടാ. ഒരു കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ താനെന്താണോ ഞാൻ വിളിച്ച ഫോൺ എടുക്കാത്തത്? തന്റെ ചെരുപ്പും കാറും പുറത്ത് കിടക്കുന്നുണ്ടാവും. ഇവിടെ വന്നാ താ മുങ്ങി. പെങ്ങളവിടെ തമിഴ്നാടെന്ന് കരയാണ്. അതെന്താ തമിഴ്നാടെന്ന് കരയുന്നു? നമ്മളവിടെ പറഞ്ഞു നിർത്തിയത്? നിർത്തിയിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങളുടെ വികാരം എനിക്ക്. താനിനൊരു കോപ്പും പറയണ്ട, എനിക്കറിയാം എന്താ വേണ്ടെന്ന്. ഈ നാട്ടിൽ പോലീസൊക്കെ ഉണ്ടല്ലോ. ഓനും ഓൻ്റെ ഒരു ജുബയും. ഇതിങ്ങനെ വിട്ടാലേ ശരിയാവില്ല. ആ സണ്ണി പറ. ഡേവിഡ് സാറേ, നിങ്ങളിത് എവിടെയാണ്? ആ അയ്യപ്പന്റെ വല്ല വിവരമുണ്ടോ? നാട്ടുകാർ ഇവിടെ ഒന്ന് പഞ്ഞിക്കിടുകയാണ്. അയ്യപ്പനെ തപ്പി ഒരു അസിസ്റ്റന്റ് മണ്ടം പോയി, അതിന്റെ പിന്നാലെ വേറൊരു മണ്ടം. ഇപ്പൊ ഒരുത്തന്റെ ഒരു വിവരമില്ല. അവന്റെ കയ്യിലിരിപ്പുകൊണ്ട് ഏതെങ്കിലും ഏടാ കൊടുത്ത് പോയി ചാടിയിട്ടുണ്ടാവും. അല്ലാതെ ഇതിനൊന്നും മറുപടി പറയാൻ എനിക്ക് സമയമില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ സാറേ. അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. ഞാനാണെങ്കിലോ അയ്യപ്പന് നിങ്ങൾ പറഞ്ഞ സോമരസം കൊടുത്തു വിട്ടു. താനല്ലേ പറഞ്ഞ ഭാവന വരില്ലാന്ന്. വരട്ടട കുറച്ച് ഭാവന. മിക്കവാറും അയ്യപ്പനത് മൊത്തം ഉണ്ടാക്കലോ കുത്തിക്കേറ്റ് വല്ലതും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അല്ല, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? സാറേ, പയ്യന്മാരുടെ വീട്ടുകാർ പോലീസിൽ പറയാൻ പോവാന്നൊക്കെ പറയണേ. പോലീസ് അങ്ങനെ കാട് കയറിയാ തീർന്നു, അറിയാലോ. പോലീസിനെന്നാ കാട്ടിൽ കയറ്റാൻ നിൽക്കണ്ട. താൻ അവരോട് എന്തെങ്കിലും പറഞ്ഞു നിൽക്ക്, ഞാൻ നോക്കിക്കോളാം.
ആ സാറ് തന്നെ പോയി നോക്കിയാൽ മതി, അതാവും സേഫ്. ഇങ്ങോട്ടേക്കൊന്നും ആരും വരാറില്ല സാറേ. ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണിത്. ഇനി എത്ര ദൂരം ഉണ്ടോ? കുറച്ച് ദൂരമുണ്ട് സാറേ. കാലിന് വേദനയൊന്നുമില്ലല്ലോ, നടക്കാൻ കഴിയില്ലേ? ഏയ് സാറില്ല, നടന്നോളാം. സാർ ഇങ്ങോട്ട് വന്നാണ്. നമ്മുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഇവിടെ. അവിടെ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്, അവരെ തപ്പി ഇറങ്ങിയതാ. സ്വന്തം സ്ഥലത്തേക്കുള്ള വഴിയാണോ സാറ് മറന്നേ? ഒത്തിരി കാലമായിട്ട് കൊണ്ട് വന്നിട്ടില്ലടോ, അതിൻ്റെ ഒരു കൺഫ്യൂഷൻ. സാർ എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം പറയും, നമുക്ക് നോക്കാം. ഇനി ഒരുപാട് ദൂരം ഉണ്ടോ? പറഞ്ഞില്ല സാറേ, കുറച്ച് ദൂരമൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും ഇരിക്കണോ? ഏയ് വേണ്ടടോ, നടക്കാം. താൻ വന്നില്ലായിരുന്നെങ്കിൽ അവിടെ കിടന്ന് ചത്തുപോയനെ. വിശന്നിട്ട് കുടലെറിഞ്ഞിട്ട് വയ്യ. പോരാത്തന്നെ ഈ വൃത്തിയായിട്ട വെള്ളത്തിന്റെ മണം. ഇവക്ക് ഈ വെള്ളെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? മീനെങ്കിൽ മീന് ജീവൻ തിരിച്ചിട്ടില്ല, എന്നെ വലിയ ഭാഗ്യം. എന്നിട്ട് നീ ബാക്കി എന്റെ പൊന്ന് സതീശ, ഒന്നും പറയണ്ട. ഞാനൊരു ജീവിതമൊക്കെ സ്വപ്നം കണ്ട് സ്മൂത്ത് ആയിട്ട് പോവായിരുന്നു. കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു തുമ്പത്തെത്തിയപ്പോ ആ നായിന്റെ മാണ് തലക്കടിച്ച് മീനാക്കി. അവളെന്തിനാണ് നമ്മളെ മീനാക്കിയത്? വല്ല മാനമയിലൊക്കെ ആയിരുന്നു ചാടിപ്പോയത്. ഏതോ നായിന്റെ മോൻ ചെയ്ത പിടിപ്പീടിന് പണി കിട്ടിയത് നന്നക്കാം. എന്തോ വണ്ടിക്ക് വട്ടം ചാടിയതാ, ഒരു പിടിയും കിട്ടുന്നില്ല. വല്ല കാട്ടുവന്നുകളാവും. ഇവിടെ അടുത്തെങ്ങനെ വല്ല വർക്ക്ഷോപ്പും കാണും? ഇത് നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ഉള്ളിലാണ് സാറേ. എൻ്റെ കുടിൽ ഇവിടെ അടുത്താണ്. ആ മുറിയൊക്കെ വെച്ചിട്ട് പോവാം. സാറേ വണ്ടിയിൽ വേറെ സാധനങ്ങളൊന്നും ഇരിക്കില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. തൻ്റെ പേരെന്താണോ?
വേണ്ട സുഖം പുതിയൊരുത്തൻ. ഇനി ഇവനാണോ ആ നാറി? ആർക്കറിയാം എന്താ നടക്കാൻ പോണെന്ന് ദൈവത്തിനറിയാം. എന്തു പറ്റി? ഈ വീട്ടിൽ നീ എങ്ങനെ? ഞാനിവിടെ വന്നിട്ട് കുറച്ചേ ആയുള്ളൂ. കാട് പിടിച്ച് കിടക്കണ ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി കയറി കൂടിയതാ. എന്തു പറ്റിയതാ ഈ മുറിവൊക്കെ? വഴി വെച്ച് വണ്ടി ഒന്ന് കേടായി. കുറച്ച് ദൂരം ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ആളെന്തോ പിടിച്ചു. ഇത് കുറച്ച് കുഴപ്പം പിടിച്ച സ്ഥലമാണ്. ആളുകളെ കൊന്നു തിന്നുന്ന ഒരു തരം പന്നികളുണ്ട് ഇവിടെ. സൂക്ഷിക്കണം. ഇവിടെയുള്ളവർക്ക് തന്നെ പുറത്തിറങ്ങാൻ പേടിയാണ്. മനുഷ്യന്മാരുടെ ചോരയുടെ രുചി അറിഞ്ഞിട്ടുള്ള ജന്തുക്കളാണ്. അവർ വിടില്ല. കുറച്ച് വെള്ളം തരുമോ? എന്താ ഇത്? ഇതൊരു മരുന്നാണ്. കുറച്ച് ലഹരിയൊക്കെ ഉള്ളത്. വേദനയും ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. കളി തുടങ്ങി. ഇതാണ് ഇവിടെ വന്നില്ല ആകെയുള്ളൊരു മെച്ചം. പറടി, നീ ആരാ? നീ എന്താണ് എനിക്ക് ഒഴിച്ചതെന്ന് എനിക്ക് മനസ്സിലായെന്ന് കരുതിയോ? ഓർമ്മയില്ലേ അന്ന് കാട് കയറി വന്നത് ഇവിടെയുള്ളവരെ കൊന്നു കുഴിച്ചു മൂടിയതോ? ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? പകുതി ജീവനോടെ ശ്വാസമില്ലാതെ മണ്ണിനടിയിൽ കഴിഞ്ഞിട്ടുണ്ടോ?